ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 4 crores. ഓക്കെ, മ്യൂസിക് ട്രൂപ്പ് തുടങ്ങാൻ 2 ലക്ഷം രൂപ വേണമെന്നല്ലേ പറഞ്ഞത്? തൽക്കാലം 1.5 മതി. പണം നിങ്ങളുടേതാണെങ്കിലും മീറ്റർ പലിശക്ക് എടുത്താണേ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഒന്നാലോചിച്ചാൽ മനു ഭാഗ്യവാനാണ്. സൂപ്പർ മെഗാസ്റ്റാർ പത്മശ്രീ ഡോക്ടർ മമ്മൂട്ടി സാറിന്റെ ഡേറ്റല്ലേ കിട്ടിയിരിക്കുന്നത്. എന്താ കാരണം? മനു മിടുക്കനാണെന്നും കഴിവുള്ളവനാണെന്നും ഞാൻ ചുമ്മാ ഒരു കാച്ചങ്ങ് കാച്ചി. ഞാൻ പറഞ്ഞ പിന്നെ മമ്മൂക്കയ്ക്ക് അപ്പീലില്ല. അതല്ലേ ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം. ഏത് എല്ലാം ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കും. മേള സിനിമയിൽ തുടങ്ങിയതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അന്ന് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഇക്ക ഇന്ത്യയിലെ നമ്പർ 1 ആക്ടർ ആവുമെന്ന്. അതുപോലെ ആയില്ലേ? എന്താന്നറിയില്ല, എന്നോടൊരു പ്രത്യേക സ്നേഹമാണ് മമ്മൂക്കയ്ക്ക്. പഴശ്ശിരായയുടെ സെറ്റിൽ വെച്ച് എന്നോട് ചോദിക്കുക, എടാ തങ്ക, നിനക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ, ഒരു കാറ് വേണ്ടേ, നീ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാൻ ഡേറ്റ് തരാം. അതാണ് മമ്മൂക്ക. പക്ഷേ ഇടത് കൈ സഹായിക്കുന്നത് വലത് കാലം അറിയരുന്ന് പുള്ളിക്ക് വലിയ നിർബന്ധമാണ്. അതൊക്കെ പോട്ടെ, ഞാൻ അല്പം സെന്റി ആയിപ്പോയി. ഇനിയിപ്പോ മമ്മൂക്കയ്ക്ക് അഡ്വാൻസ് കൊടുക്കണം. ഇനി ഒന്നും കൊടുത്തില്ലെങ്കിലും ഞാൻ പറഞ്ഞ മമ്മൂക്ക ഒന്ന് അഭിനയിക്കും. ഏത് പണത്തേക്കാൾ മമ്മൂക്കയ്ക്ക് സബ്ജക്റ്റ് ആണ് ഇപ്പൊ പ്രധാനം. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് ഡേറ്റ് കൊടുത്താരാ? മമ്മൂക്ക. അതാണ് മനു ഭാഗ്യവാനാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പട ഹിറ്റാക്കേണ്ടത് മനുവിന്റെ കഴിവാണ്. പിന്നെ നയൻസിന് നമുക്കൊരു 5 lakhs കൊടുക്കാം. ഞാൻ പറഞ്ഞ നയൻസ് കേൾക്കും, എങ്കിലും ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ള എല്ലാം കൂടി ഒരു 3.5 ലക്ഷം. ചെറിയ ആർട്ടിസ്റ്റ് എല്ലാം കൂടി ഒരു 2 ലക്ഷം. എന്നാലും തികയില്ലല്ലോ. നമുക്ക് വേറെ ആരുടെയും കയ്യിൽ നിന്ന് കുറച്ച് കടം വാങ്ങിച്ചാലോ? നമുക്ക് ഒരു പരസ്യം കൊടുക്കാം. വല്ലതും തരണേ ഫിലിംസിന്റെ ബാനറിൽ സൂര്യ നിർമ്മിച്ച് മനു സംവിധാനം ചെയ്യുന്ന എല്ലാരും കാണുന്ന ചിത്രത്തിലേക്ക് ഒരു ഫൈനാൻസർ ആവശ്യമുണ്ടെന്ന്. കഷ്ടം തന്നെ. പണമില്ലെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി തിരിക്കരുത്. തൽക്കാലം ഈ ഉള്ളത് വെച്ചൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം എല്ലാം പറഞ്ഞതുപോലെ ഞാൻ നേരെ ചെന്നൈക്ക് പോകുന്നു. നയൻസിനെ കാണുന്നു, അഡ്വാൻസ് കൊടുക്കുന്നു, ഡേറ്റ് ബ്ലോക്ക് ചെയ്യുന്നു. ആസ് ഇറ്റ് ഈസ് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ പടം തുടങ്ങുന്നു. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നെ കൊണ്ടുള്ള ശല്യം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. എങ്കിലും ഒരു പ്രൊഡ്യൂസറും ഒരു പ്രൊഡ്യൂസർ കുട്ടിയും തമ്മിൽ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഓക്കെ, സീ യു, ബൈ, ഗോഡ് ബ്ലെസ് യു. ഇവനിതെന്ത് പറ്റി? വട്ടായി പോയെന്നാ തോന്നുന്നു. വട്ടൊന്നുമല്ല, അവൻ ഫ്രെയിം വെക്കുക. ഞങ്ങൾ ഫിലിം മേക്കേഴ്സിന് ഇമാജിനേഷനും ക്രിയേഷനും ഒരു കോയിന്റെ 2 വശങ്ങളാണ്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ട്രെൻഡ് സെറ്ററിന്റെ ബാനറിൽ സൂര്യ നായ്ക്കർ നിർമ്മിച്ച മനു മിൽക്ക സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും. മനു മിൽക്ക എന്ന് വെച്ചാ മനു പാല 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 അവന്റെ നാടേ. എന്റെ സിനിമ ഒരു സാധാരണ മലവുഡ് സിനിമയെ ആയിരിക്കില്ല. യുനോ, ഇറ്റ്സ് എ സ്റ്റൈലിഷ് ഫിലിം. ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ടാവും, ബോളിവുഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു സ്റ്റൈലിസ്റ്റ്. പിന്നെ സ്റ്റിൽ അതിനു വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ഫോട്ടോഷൂട്ട് തന്നെ ഉണ്ടായിരിക്കും. ഡയൻസിന്റെ ഡേറ്റ് കൺഫേം ചെയ്ത് തങ്കൻ പാരിപ്പള്ളി ഒന്ന് വന്നോട്ടെ. ആകെ 10 ലക്ഷം രൂപയുണ്ട്. എന്തൊരു തള്ളവൻ തള്ളുന്നേ. നീ ഇപ്പൊ എന്താ ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഒരു സിനിമ തുടങ്ങുന്നത് എല്ലാം നടക്കും, നീ നോക്കിക്കോ. അതെല്ലാം ഓക്കേ. നിന്റെ സിനിമയില് ഇവളുടെ റോൾ എന്താ? കൊള്ളാം, ഫോട്ടോജനിക്കാൻ. ഒരു നടിയാ നടക്കുന്ന ഇവളെക്കാളും എത്രയോ ഫോട്ടോജനിക്കാൻ നീ നിനക്കൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. അതെ, ഈ ഫ്യൂച്ചർ ഞാൻ നോക്കണം. നീ അവിടെ നോക്കാം. ഇവൾ അഭിനയിക്കൂ. കഥയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന ഒരു വേലക്കാരിയുടെ വേഷമുണ്ട്. ആ ക്യാരക്ടറിലേക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്താലോ? അതല്ലേ നിന്നോട് പറഞ്ഞത്. ഞങ്ങളൊക്കെ പാവങ്ങള് എങ്ങനെയൊക്കെ ജീവിച്ചു പൊക്കോളാമേ. നിങ്ങളൊക്കെ നന്നായി കണ്ടാ മതി. ജസ്റ്റ് കിഡിങ്. ഡയറക്ടർ മനു സാറിന്റെ ഫിലിമിന്റെ ആദ്യത്തെ ഫ്രെയിമിലേക്ക്
എടാ ഈ ഫോൺ ഒന്ന് എടുക്കണം. എനിക്ക് വയ്യ അയാളോട് സമാധാനം പറയാം. 1 ലക്ഷം രൂപയ്ക്ക് 1000 രൂപ വെച്ച് 10 ലക്ഷം രൂപയ്ക്ക് 10000 രൂപ ഡെയിലി. അങ്ങനെ ഇന്ന് 6ാമത്തെ ദിവസം രൂപ 60000 എവിടെ നിന്ന് എടുത്ത് വെച്ച് കൊടുക്കാനോ? എവിടെന്നെങ്കിലും എടുത്ത് വെച്ച് കൊടുക്കണം. എല്ലാം ശരിയാകും പറഞ്ഞു എന്നെ കൊണ്ടെടുത്ത് ചാടിച്ചിട്ട് ഇപ്പൊ കൈമലർത്തുന്നോ? ഒരിക്കലും ഞാൻ കൈമലത്തിൽ കാണിക്കില്ല. നിന്നോട് ആ ഫോൺ എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. സൂര്യ, ഇതിന്റെ പേര് നമ്മൾ തമ്മിൽ പിണങ്ങരുത്. ഞാൻ പിന്നെ എന്താടാ ചെയ്യേണ്ടത്? ഈ വീടിന്റെ പ്രമാണമോ പണയം വെച്ചിരിക്കുന്നത്? ചേട്ടൻ എങ്ങാണം അറിഞ്ഞാ. ഒരു മെസ്സേജ് ആണല്ലോ. എന്താടാ? ഒരു സീരിയൽ നിർമ്മിച്ച് കടക്കണിയിലായ എനിക്ക് 8.5 ലക്ഷം രൂപ ഒന്നും ആകില്ല. എന്നെ ഇനി അന്വേഷിക്കരുത്. ക്ഷമാപണത്തോടെ തങ്കൻ പാരിപ്പള്ളി. പാരിപ്പള്ളി മുങ്ങി. സമാധാനിക്ക്. നിന്നെ എന്തെങ്കിലും ഞാൻ പടുകുഴി കൊണ്ട് ചാടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു കളിയും കൂടെ നീ കളിക്കണം. ഈ ഓർബിറ്റ് ഒന്ന് ചാവച്ചാട്ടെ, ടെൻഷൻ മാറി കിട്ടും. ദേ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നടന്ന മുഴുവൻ കാര്യങ്ങൾ നീ അദ്ദേഹത്തോട് പറയണം. ഇനി അദ്ദേഹത്തിന് മാത്രമേ നമ്മൾ രക്ഷിക്കാൻ കഴിയുവേ. പറയാം, പക്ഷെ അദ്ദേഹം എന്നെ തിരിച്ചറിയണം. അദ്ദേഹത്തിന് എന്നെ മനസ്സിലായാൽ ഞാൻ എല്ലാം പറയാം. ഇല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ 2 എന്റെ കയ്യിലുണ്ട്. എന്താ ഇതിന്റെ കഥ? റെഡി ആയിക്കൊണ്ടിരിക്കും സാർ. 1 മാസത്തിനുള്ളിൽ ഞാൻ സ്ക്രിപ്റ്റ് ആയിട്ട് വരാം. റെഡി ആകുമ്പോ ജോർജിനെ വിളിക്കും കേട്ടോ. മമ്മൂക്ക നിന്നെ തിരിച്ചറിഞ്ഞ എല്ലാം പറയാന്ന് പറഞ്ഞിട്ട്. അതെ പറഞ്ഞിരുന്നു. പക്ഷെ ഇനി എന്തായാലും നമ്മൾ ഈ സിനിമ ചെയ്യും. എടാ മമ്മൂക്ക എന്നെ തിരിച്ചറിഞ്ഞടാ. നീ പേടിക്കണ്ട. എല്ലാത്തിനും എന്റെ കയ്യിൽ ഓപ്ഷൻ നമ്പർ 2 ഉണ്ട്. ധൈര്യമായിട്ടിരിക്ക്. കൂൾ ബേബി കൂൾ. ഇത് കഴിച്ചേ. മൊത്തത്തിലൊന്ന് തണുക്കട്ടെ. ഇപ്പത്തെ രണ്ടിന്റെ ഇരിപ്പ് കണ്ട എന്തോ കളഞ്ഞ അണ്ണാന്റെ പോലല്ലേ. എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും മലപ്പുറം കത്തി. ഇപ്പൊ എന്തായി? പവനായി ശവമായി. ഡാ മനു, നീ എന്ന് പറഞ്ഞ അടുക്കളക്കാരിയുടെ വേഷമല്ലേ നിന്റെ സിനിമയിലെ? അതിന് നീ വേറെ ആരും കാസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അതെനിക്ക് തന്നെ തരണേ. ഞാൻ റെഡിയാ. സൗത്തി കുത്താടി. സൗത്ത് നോർത്ത് ഒക്കെ അവിടെ നിക്കട്ടെ. തലക്കെട്ട് കുത്തുഞ്ഞു. നീതു, ഞങ്ങൾ സിനിമാക്കാർക്ക് ചില കാര്യങ്ങൾ പറയാൻ കുറച്ച് ബിൽഡപ്പ് ആവശ്യമാണ്. ചില കാര്യങ്ങൾ ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയും. പക്ഷേ അത്തരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണിത്. അതുകൊണ്ട് ഞാൻ അങ്ങ് പറയാണ്. നീതുവിന് സൂര്യ ഇഷ്ടമാണ്. അവന് തിരിച്ചു. അവരെന്തായാലും വിവാഹം കഴിക്കും. അങ്ങനെയുള്ള സൂര്യക്ക് ഒരു പ്രശ്നം വന്നാൽ നീതു അല്ലാണ്ട് ആരാ സഹായിക്ക? ഞങ്ങൾ ഒരു കളി കളിക്കാൻ പോവാ. ആദ്യം കേൾക്കുമ്പോൾ ഒരല്പം ചീപ്പായിട്ട് തോന്നും. പക്ഷെ ഇപ്പത്തെ സിറ്റുവേഷൻ ഇതല്ലാണ്ട് വേറെ മാർഗമില്ല. ഇവന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റണം. നേരായ മാർഗത്തിൽ കൂടെ എന്തായാലും കിട്ടത്തില്ല. ഇവന്റെ ചേട്ടന്റെ അടുത്ത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഞാൻ അങ്ങ് അറിയിക്കാൻ പോകും. എന്തായാലും നിങ്ങൾ വിവാഹം കഴിക്കേണ്ടവരാ. മാത്രമല്ല ഇവൾ അടുത്ത ആഴ്ച അപ്പന്റെ അടുത്തേക്ക് അങ്ങ് മലേഷ്യക്ക് പോവാ. അവിടെ എങ്ങനെയും വെച്ച് ഇവളുടെ അപ്പം വല്ല മംഗോളിനെ കൊണ്ട് ഇവളെ കെട്ടിച്ചാലോ? അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് നല്ലതിനാന്ന് കരുതിയാ മതി. ഐ മീൻ വാട്ട് ഐ സെഡ്. അയ്യടാ അവന്റെ ഒരു ഐഡിയ. സൂര്യ, നീതു ഇപ്പൊ നിന്റെ ഗേൾഫ്രണ്ട് മാത്രാണ്. വിവാഹശേഷമേ ഭാര്യ ആകുന്നുള്ളൂ. ഇപ്പൊ ഈ ഭാര്യവേഷം കെട്ടണമെന്ന് പറയുന്ന ഐഡിയോട് എനിക്ക് യോജിപ്പില്ല. ഒരു പെൺകുട്ടിക്ക് യോജിക്കാൻ പറ്റൂല. നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. സൂര്യ, ഇവന് എന്തൊക്കെയായി പറയണേ? നീയും കൂട്ടു നിൽക്കാണോ ഈ നാടകത്തിന്? നാടകമാണോന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അത്രയ്ക്കൊരു സിറ്റുവേഷനില്ല. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. എല്ലാം കപ്പിനും ചുണ്ടിനിടയിലും നഷ്ടപ്പെടും. നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീതു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരേ ഒരു ദിവസം ആ ഉത്തമൻ വക്കീലിന്റെ മുന്നിൽ ഇവന്റെ ഭാര്യയായിട്ട് ഒന്ന് നിന്നാ മതി പ്ലീസ്. ആലോചിച്ച സമയങ്ങളെ നീ ഒന്ന് വിളിക്ക്. എടാ അത് പിന്നെ ഒരതുമില്ല. തൽക്കാലം നീ ഓർബിറ്റ് ഒന്ന് കഴിക്കും, ഒന്ന് ഫ്രഷ് ആവട്ടെ. എന്നിട്ട് വിളിച്ച് ഒറ്റ ശാസ്ത്രത്തിന് കാര്യം പറ. എടാ അത് പിന്നെ എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. ചേട്ടൻ അത് എങ്ങനെ എടുക്കുമാവോ? അയാൾ അവിടെ നിന്ന് നിന്നെ എടുക്കാനൊന്നും പോകുന്നില്ല. ദേ ഇപ്പൊ വിളിച്ചില്ലേ സകല പ്ലാനും പൊളിയും. അറിയാലോ, വീടിന്റെ പ്രമാണ. വിളിക്കല്ലേ? ஹலோ ഹലോ ചേട്ടാ, സൂര്യ. தம்பி எப்படி இருக்கே? என்ன சமாச்சாரம்? അത് ചേട്ടാ പിന്നെ ഞാൻ என்ன விஷயம் சொல்லு. ചേട്ടാ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു നീതുവിനെ കുറിച്ച്. അവളുടെ അച്ഛൻ അവളുടെ സമ്മതമില്ലാതെ മറ്റൊരു വിവാഹത്തിൽ നിർബന്ധിച്ചപ്പോ എനിക്ക് അവളെ പെട്ടെന്ന് വിവാഹം കഴിക്കേണ്ടി വന്നു. கல்யாணமா? என்ன விளையாடுறியா? ചേട്ടാ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ദേഷ്യമൊന്നും തോന്നരുത്. ஏன் தம்பி, என்கிட்ட ஒரு வார்த்தை சொல்லியிருக்கலாம் இல்லையா? நானே நேரில் வந்து கல்யாணத்தை முடிச்சு வச்சுருப்பேன். சரி சரி, அந்த பொண்ணு எப்படி இருக்காங்க? സുഖമായിരിക്കും ചേട്ടാ. ആ പിന്നെ
അവള് വലിയ വീട്ടിൽ വളർന്ന കുട്ടിയാ, അതുകൊണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അതിന് കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ. ஓகே ஓகே கவலைப்படாத. நான் உத்தமிட்ட சொல்லி கொஞ்சம் பணம் அரேஞ்ச் பண்றேன். அப்புறம் தம்பி, என்னால உடனே வர முடியாது. நான் வந்த உடனே ஊர்ல பெரிய ரிசப்ஷன்லாம் ஏற்பாடு பண்ணுவோம். என்ன? താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഓക്കേ, a friend in need is a friend indeed. Wish you a happy married life. Oh, sorry. താങ്ക് യു ചേട്ടാ. അകത്തേക്ക് വരൂ. ഓ, ഇന്ന് കോടതി ഇല്ലായിരുന്നു. കോടതി ഇവിടെ ഉണ്ട്. ഞാൻ പോകാറില്ല. നീ ഇപ്പോഴും ഇവിടെ തന്നെ ആണോടെ താമസം? കല്യാണം കഴിഞ്ഞ് പുതുമോടി തീരാത്ത ഇവരോടൊപ്പം താമസിക്കാൻ എനിക്ക് ലജ്ജയില്ലടേ. ഞാനെന്ന് ലജിക്കണം. ഒരു സിൻസിയർ ഫ്രണ്ട് എന്ന നിലയിൽ ഇപ്പോഴല്ലേ കൂടെ താമസിച്ച് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കണ്ടേ? കുറച്ച് കഴിഞ്ഞ് പിള്ളേരും പിണ്ണാക്കായ പിന്നെ കൂടെ താമസിക്കാൻ പറ്റുമോ? മതി മതി, വാചോടിക്കാൻ നിർത്ത്. കൂടും കുടിക്കരുത്. അതിന് ഉത്തമ ചേട്ടാ, എനിക്കൊരു കൂട്ടിനെ. കൂട്ടിനല്ലേ കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇറങ്ങടേ. ഇറങ്ങാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു സഹായം വേണം. നിങ്ങളുടെ ആ മുതലാളിയില്ലേ വിനായകൻ ചേട്ടൻ, അങ്ങേരുടെ അഡ്രസ് ഒന്ന് വേണം. എന്തടേ കാര്യം? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോ ഈ അടുത്ത് പത്രത്തിൽ വന്നു, അതൊന്ന് അയച്ചു കൊടുക്കാനാ. ഈ മനസ്സാറിന്റെ ഒരു കാര്യം ഒരു തമാശ പറയാൻ പറ്റത്തില്ലോ. സാറ് നല്ലല്ലോ വിളിച്ചു നേരത്തെ. എടാ പോടാന്നല്ലേ. അതൊരു സ്നേഹം കൊണ്ടല്ലോ. ചേട്ടൻ ആളൊന്നും മീശയൊക്കെ കറപ്പിച്ച് ഹെയർ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല അടിപൊളി ഡ്രസ് കിട്ടും, അതും ഫുൾ സ്ലീവ്. പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ പോട്ടെ. എവിടെ ഉത്തമ ചേട്ടൻ കാണട്ടെ. പോയി. ഒരാള് പറയുന്നു അമ്പലത്തിൽ പോയിരുന്നു, ഒരാള് പറയുന്നു ഷോപ്പിങ്ങിന് പോയിരുന്നു. ഇതിലേതാടേ ശരി? അമ്പലത്തിൽ ഷോപ്പിങ്ങിന് പോയി. അമ്പലത്തിൽ ഷോപ്പിംഗ്? അമ്പലത്തിൽ നിന്ന് കുറച്ച് പൂവും പ്രസാദമൊക്കെ മേടിക്കാൻ പോയി. ഉത്തമൻ ചേട്ടൻ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടരാം. ഇവൻ എന്നെ വെള്ളം കുടിപ്പിക്കും. കട്ടിച്ചെന്നെ കലക്കി തരുമോന്തോ വയറിളയി. നീതു, നീ എത്ര വേഗം ഇവിടെ എത്തണം. ആ പെരട്ട വക്കീൽ ഉത്തമം വന്നിട്ടുണ്ട്. അയാള് പുതുമണവാട്ടിയെ കണ്ടിട്ട് പോണെന്ന് പറയണേ. മനു, ഞാൻ ബ്യൂട്ടി പാർലറിലാ. അതൊന്നും പറഞ്ഞ പറ്റില്ല. നീ അമ്പലത്തിൽ പോയേക്കോ അതൊരു കാച്ചിട്ടാ ഞാനിരിക്കണേ. അതുകൊണ്ടൊരു ഭാര്യയുടെ രൂപത്തിലും ഭാവത്തിലും എത്രയും വേഗം നീ എത്തണം. അതിന് ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്നോ? ആ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഒന്നും ചെയ്യാണ്ട് ഇങ്ങ് ഇറങ്ങിയാ മതി. വന്നില്ലെങ്കിൽ ആകെ കുഴയുവേ. ഓക്കേ? തമാശ പറഞ്ഞോ, ഒന്ന് ശരിക്കാം. ചായ ഇടാൻ നോക്കുമ്പോ തേയിലയില്ല, എന്നാ പിന്നെ കാപ്പി ഇടാൻ നോക്കുമ്പോ പഞ്ചസാര ഇല്ല. ഇനി ഒന്നും വേണ്ട, ഉഗ്രൻ തമാശ. 50,000 രൂപ നവദമ്പതികൾ ലാവിഷായിട്ട് അടിച്ച് പൊളി. 50,000 രൂപ പലിശ കൊടുക്കാൻ തയ്യല്ലോ. പലിശ? അപ്പൊ അത് പിന്നെ വിനായകന്റെ പലിശ കൊടുക്കണ്ടേ? ഒന്നും വേണ്ട, കുറച്ചു ദിവസം കഴിയുമ്പോ വിനായകൻ സാറ് വരും. അപ്പൊ കുറച്ചും കൂടി പണം തരും. ഈ വസ്തുവും വീടും സൂര്യന്റെ പേർക്ക് അങ്ങ് എഴുതി തരികയും ചെയ്യും. അതാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ. എത്രയും പെട്ടെന്ന് എന്റെ ഇരിക്കുന്ന ഈ വീടിന്റെ സ്ഥലത്തിന്റെ പ്രമാണമൊക്കെ എടുത്ത് എല്ലാം ശരിയാക്കി വയ്ക്കാൻ പറഞ്ഞിരിക്കുക വിനായകൻ സാർ. ഇതാണ് ഉത്തമൻ ചേട്ടൻ. ഇതാണ് യഥാർത്ഥ കുടുംബിനി. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് എനിക്കിഷ്ടായി. മേഡ് ഫോർ ഈച്ച് അതർ. ഉത്തമ ചേട്ടൻ എപ്പോ വന്നു? കുറച്ചേരായി. വിവാഹ ജീവിതമൊക്കെ സുഖം തന്നെയല്ലേ? പിന്നെ പരമ സുഖല്ലേ. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. സൂര്യയുടെ ചേട്ടൻ എന്ന് പറയുന്നു. സാർ ആശുപത്രിയില്ല. ചേട്ടൻ സാറിനൊന്നും പറ്റില്ല. സാറിന്റെ ഒരു സ്റ്റാഫ് ഒരു ഹോങ്കോങ് സായിപ്പ് എന്തോ കള്ളത്തിനെ കാണിച്ചു. സാറ് സഹിക്കും. അവന്റെ മൂക്കിലിട്ട് ഒറ്റയിടി, മൂക്കിന്റെ പാലവും തറന്നു, ചെവി കൂടെ ചോരയും വന്നു. ഇപ്പൊ ആശുപത്രിയില്ല. മുഴുവൻ ചെലവും സാറിന്റെതാ. സാറിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആരെങ്കിലും കള്ളത്തരം ചെയ്യുകയോ പറയുകയോ ചെയ്താൽ അവന്റെ മൂക്കിന്റെ പാലം അങ്ങ് ഇടിച്ചളയ്ക്കും. All passengers are requested to proceed to the boarding point. Thank you. എന്താ ഇത്? എവിടെ പോയി നിന്റെ സ്മാർട്ട്നെസ് ഒക്കെ? ഇനിയിപ്പൊ നിന്റെ തന്തപ്പടി മലേഷ്യയിൽ വല്ല കോടീശ്വരന്മാരെയും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് സമ്മതിച്ചേക്കണം. അത്ര മനുഷ്യരുടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവന്റെ ഒരു തമാശ. അല്ലെങ്കിൽ പിന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് പെട്ടെന്ന് അങ്ങ് ചെല്ലാൻ പറഞ്ഞ എന്റെ ഉദ്ദേശം എന്താ? കോടീശ്വരനല്ല, സാക്ഷാൽ ബിൽഗേറ്റ്സിന്റെ കൊച്ചുമോ വന്നു നിന്നാലും ഞാൻ സമ്മതിക്കില്ല. കോടി പോയ ഒരു 10 ദിവസം, അതിനു മുമ്പ് ഞാനിവിടെ എത്തും. ഓക്കെ? ഓക്കെ. Flight IC will be arriving shortly. ഹലോ, ചേട്ടാ. ഓക്കെ ഏട്ടാ, ഓക്കെ. എന്താടാ? എടാ, അടുത്ത ആഴ്ച ചേട്ടൻ ഇങ്ങോട്ട് വരുന്നു. ഒന്ന് പോടാ, അവന്റെ ഒരു 3rd ക്ലാസ് ഐഡിയും കൊണ്ട് വന്നിരിക്കുന്നു. ക്ലാസ് ഏതായാലും ഇതല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ലല്ലോ. നമ്മക്കൊക്കെയാ, നിനക്കൊക്കെ എന്ന് പറ. ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോ ആലോചിക്കണായിരുന്നു. സൂര്യ, ഇവൻ പറഞ്ഞു കേട്ട് ഇറങ്ങി തിരിച്ചാണല്ലോ ഇതൊക്കെ പ്രശ്നാവേ മൊത്തം.
ദൈവമേ നീതു അങ്ങാനും ഇത് അറിഞ്ഞ. എന്റെ പൊന്നു ദിയെ അവളെ ഇത് അറിയിക്കണ്ട. ഇവന്റെ ആ പണ്ടാരക്കാലം ചേട്ടൻ തിരിച്ചു വരുമ്പോ ഇവൻ ഒരു ഭാര്യയെ വേണം. നീ ഇത് മലേഷ്യ പോയ സ്ഥിതിക്ക് നീ ആ വേഷം ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. ഒരു 4 ദിവസത്തെ കാര്യം, അതിനിങ്ങനെ ചൂടാവണോ? വെറുതെ ഒരു ഭാര്യ, അത് മതി. അത് മതിയാ? അന്ന് ഭർത്താക്കന്മാര് ചെല്ല്. എടീ, ഇതൊക്കെ ഒരു ചാൻസ് അല്ലേ? എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട്, ഭർത്താവായിട്ട് അഭിനയിക്കണം, ഭാര്യയായിട്ട് അഭിനയിക്കണം. പക്ഷെ അതിലേക്ക് ഒരു നന്മയുണ്ട്, അത് നീ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കണോ അല്ലേ? നീ തന്നെ അത് പറഞ്ഞോടാ എന്റെ അടുത്ത്. നീ അറിയാത്തൊരു രഹസ്യം പോലും എനിക്കില്ല. ആരും ഇല്ലാത്ത എനിക്ക് നിങ്ങളൊക്കെ തന്നെയുള്ളൂ. ചിരിയും തമാശയായിട്ട് നിങ്ങളുടെ കൂടെ കഴിയുമ്പോ ഞാൻ വേറെ ഒന്നും ആലോചിക്കാറില്ല. ഇതെത്തിരി കൂടുതലാ സൂര്യ. പക്ഷേ ദിയ, ഇവനെ ഈ സിറ്റുവേഷനിൽ എത്തിച്ചത് ഞാനാ. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അത്രേ എനിക്കുള്ളൂ. ഇവന്റെ വീടിന്റെ പ്രമാണം അബാസിയുടെ അടുത്ത് പണയം വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ കൊണ്ട് പണയം വെക്കാൻ. ഏയ് നിർത്ത്, ഇനി ഇതിന്റെ പേര് നമ്മളമ്മ വഴക്കുണ്ടാവണ്ട. ദിയ സോറി, ഞങ്ങൾ നിന്നോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. എനിക്കറിയില്ല ഈ പോക്ക് എങ്ങോട്ടാന്ന്. ഒരു കുരു കഴിയുമ്പോൾ മറ്റൊന്ന്. കുട്ടിക്കാലം മുതൽ എല്ലാം ഉണ്ടായിട്ട് ഒന്നും ഇല്ലാത്തവനെ പോലെ ഞാൻ ജീവിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെ. എവിടെയോ നിന്ന് എന്റെ ജീവിതം നിയന്ത്രിക്കുന്ന എന്റെ ചേട്ടന്റെ ഔദാര്യത്തിൽ നമ്മുടെ ഒരു ജീവിതം ഉണ്ടാകാനാ ഞാൻ ഇതിനൊക്കെ കൂട്ടുന്നത്. പക്ഷെ ഇങ്ങനെ പോയാൽ നിങ്ങളെ കൂടെ എനിക്ക് നഷ്ടമാവും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ചേട്ടൻ വരുമ്പോൾ ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ. തരുന്ന ശിക്ഷ എന്തായാലും അത് അനുഭവിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനിക്കാൻ വരട്ടെ, നീ എങ്ങും പോകുന്നില്ല. ഇവൾ വരും. ഈ മനുവിന്റെ ദിയ വിനായകൻ ചേട്ടന്റെ മുന്നിൽ നിന്റെ നീതുവായിട്ട്. A friend in need is a friend in എടാ deed. നീ So, we are in action. നിന്നെ സഹായിക്കാൻ ഒരു കുക്ക് വരും. നീ ഒന്നും അറിയണ്ട. വീട്ടു ജോലിക്കാണ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരു പരസ്യം കൊടുക്കുന്നു അവർ ടിവി. അതിനെ നിങ്ങൾ രണ്ടുപേരല്ലേ കാണുന്നുള്ളൂ. അതല്ല പ്രശ്നം. ആ ഉത്തമൻ നീതുവിനെ കണ്ടിട്ടുള്ളല്ലേ? അതെനിക്ക് വിട്ടേക്ക്. അയാൾ ഇങ്ങോട്ട് വരാതിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പേരെന്താ? മനോഹരൻ. ഇതിനു മുമ്പ് എവിടെ ജോലി ചെയ്തിരുന്നത്? നമ്മ ഫോട്ടോ വെച്ച് ഫോട്ടോ കൊച്ചിയിൽ എവിടെ? ഫോട്ടോ വെച്ചില് നിങ്ങൾക്ക് എവിടെയൊക്കെ അറിയാം. അല്ല, ചേട്ടൻ ഫോട്ടോ വെച്ചില് എവിടാന്ന് പറഞ്ഞാൽ മതി. ഒരു 24 hours റെസ്റ്റോറന്റിൽ. 24 hours റെസ്റ്റോറന്റ്? അതെവിടെ? അത് എവിടെ വേണേലും ആകല്ല. തള്ളിക്കൊണ്ട് കിടന്നാ പോരെ ഭായി. തള്ളിക്കൊണ്ട് നടക്കാന്? അതെ, ടാക്സ് ഷോപ്പ്, തട്ടുകട. നമ്മുടെ ഇസ്മാലും ജമാലും തട്ടുകട നടക്കേ. അതിന്റെ അല്ല, അതിന്റെ പുറകില് ആ കപ്പലടി മുക്ക്. ഓഹോ, എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? എന്ത് വേണേലും ഉണ്ടാക്കാം. നമുക്ക് അങ്ങനൊന്നുമില്ല. നല്ല വൃത്തിയും പിടിപ്പെട്ട് തന്നെ ഉണ്ടാക്കണമെന്നാ. എന്നാ മനോഹരൻ ചേട്ടൻ ചെല്ലേ, അറിയിക്കാം. അപ്പൊ നമ്മ പോണേണ്. നമ്മുടെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ കുറിച്ചെടുത്തോ. 9,999. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. പിന്നെ വിളിക്കണെങ്കിൽ 10 മുമ്പ് നമ്മ വിളിക്കണേ. നമ്മ അല്ലെങ്കിൽ പരിധിക്ക് പുറത്താ. അതുകൊണ്ടാ. ഓ, പണ്ടാടങ്ങ കീഴോട്ട് പോയി. അപ്പൊ നമ്മ പോണേണ്. അടുത്ത ആള് വാ. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് താമര. വീട്? ബാലരാരത്തിന്റെ ഫെറക്കെ. വാലരാരത്തിന്റെ എന്താ? ബാലരാമപുരത്തിന് പുറകെ. ഓ, അത് തന്നെ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയോ? പിന്നെന്തായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്? യവൻ ഭയങ്കര കുണ്ടണിയാണ് കേട്ടോ. ഇതിനു മുമ്പ് എവിടെയാ ജോലി ചെയ്തിരുന്നത്? ദുബായ്, സിംഗപ്പൂര്, മധുര, തേങ്ങാപ്പട്ടണം, ഉസ്ബെക്കിസ്ഥാൻ. ഇപ്പൊ നിന്നത് ചെങ്ങന്നൂര് കോവിലിന്റെ മുമ്പ്. എന്താ ശമ്പളം പ്രതീക്ഷിക്കുന്നത്? ഒരു 3,000, 4,000, 5,000, 6,000 വെച്ചാളി. അത്രയും മതിയോ? വാ വളക്കാതെ അടക്കി. ഓരോ വീട്ടിനനുസരിച്ചല്ലേ നമ്മൾ ശമ്പളങ്ങൾ നിശ്ചയിക്കണത്. വേണ്ട, ടിവിയിലൊക്കെ കാണിക്കണ പോലെ 5,999 പറ്റിക്കാനായിട്ട് അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാം. നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. എന്തര് എന്ത് പറയുന്നു? ഫിക്സ് ചെയ്യാല്ലേ? ഓ, അപ്പൊ നാളെ തന്നെ ജോയിൻ ചെയ്തോ? ഇപ്പോഴേ നമ്മൾ ജോയിന്റ് ആയല്ലേ. നമ്മുടെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞില്ല. ടിവി, AC, മിക്സി, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ ഇതൊക്കെ നമുക്ക് വേണം. ശീലിച്ചു പോയതാണ്, പറ്റൂല. ഇതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ വന്നാ മതി. ഈ വാചകമൊക്കെ ജോലി കാണുവോ? എന്തിനാ പിന്നെ പേര്? നിന്റെയോ? ഓ, സാറിന്റെ പേരെന്തര്? മനു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടാ. ഓ, ബെല്ലടിക്കുന്നുണ്ട്. ഹലോ, ഉത്തമൻ ചേട്ടനല്ലേ? ഇത് ഞാനാ, ജമീല. എനിക്ക് ഉത്തമേട്ടന് അത്യാവശ്യമായിട്ടൊന്ന് കാണായിരുന്നല്ലോ. ഇപ്പോഴോ? അല്ല, നാളെ. അയ്യോ ചക്കരെ, ജമ്മു നാളെ പറ്റില്ല. എന്റെ മുതലാളി വിനായകൻ സാറ് വരുന്നുണ്ട്. അദ്ദേഹത്തെ വിളിക്കാൻ എയർപോർട്ട് വരെ എനിക്ക് പോണം. ഞാൻ മിണ്ടൂല. ഉത്തമേട്ടൻ ഞാനാണോ വലുത്, മുതലാളിയാണോ വലുത്? മുതലാളി എന്റെ ചോറ, നീ എന്റെ പ്രാണന. ചോറാണോ വലുത്, പ്രാണനാണോ വലുത്? ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ ചക്കരെ ജമ്മു. ചോറുണ്ടാലേ പ്രാണം നിലനിൽക്കൂ, പ്രാണനുണ്ടെങ്കിലേ ചോറുണ്ടാൻ നോക്കൂ. ശരി, ഇനി നമ്മൾ അമ്മ ഒരു ബന്ധവുമില്ല. ഗുഡ് ബൈ. പിണങ്ങല്ലേ ജമ്മു? ഞാൻ വരാം, തീർച്ചയായിട്ടും വരാം. ഒരു ബുദ്ധി പ്രയോഗിക്കട്ടെ.
ഹലോ എനിക്ക് നല്ല സുഖമില്ല. രാവിലെ എഴുന്നേറ്റപ്പം മുതൽ അസാധ്യ ലൂസ് മോഷൻ, ഛർദിലും തലക്കറക്കും, ആകെ പ്രശ്നം. എനിക്ക് ഡോക്ടർ ഒന്ന് കാണണം. അതുകൊണ്ട് എയർപോർട്ട് വരെ പോയി വിനായൻ സാറിനെ ഒന്ന് വിളിക്കുവോ? പ്ലീസ്, അങ്ങനെ പറയരുത്. എന്ന് പറഞ്ഞ സമയത്താണോ വിളിച്ചു പറഞ്ഞത്? സമയം അറിയിച്ചിട്ടല്ലല്ലോ വയറിളക്കം വരുന്നത്. നിനക്ക് ഇയാളുടെ ഫോട്ടോയിലെ പൊടി തൂക്കാനാ വിധി. എടേ, ഈ പ്രാവശ്യം വരുമ്പോഴെങ്കിലും കുറച്ച് ചിക്കിലി അടിച്ചു മാറ്റാനുള്ള വഴി ആലോചിക്കടേ. എത്രയായി? 550 രൂപ. എന്റെ അമ്മ 550 രൂപയെ? ആ. വണ്ടിയുടെ വിലയല്ല ചോദിച്ചത്, അവിടുന്ന് ഇവിടെ വരെ ഓടിയന്റെ കായത്ര. അത് തന്നെ 550 രൂപ. ഇതാണ് ഈ ടാക്സിക്കാരന്മാർക്ക് മര്യാദയ്ക്ക് കായകൾ പറയാതെ വരരുതെന്ന് പറയണത്. ഡേ, പെട്ടികളൊക്കെ എടുത്ത് വെളിവേ. എന്താ എന്താ ചെറിയണേ, പെട്ടിയെടുത്ത് വെളിവേടേ. ഇതൊരു നടക്ക് പോവില്ല. ഹായ് ഹോയ് ഹായ്. നിങ്ങളെ കാണാതായപ്പോ ഞാൻ വിചാരിച്ച് വീട് മാറിപ്പോയിക്കാണെന്ന്. എന്റെ അമ്മ ഭയങ്കര ഗൗരവം കേട്ടാ. അപ്പോ എന്തൊരു ചൂടപ്പാ ഇത്. ടാക്സി പിടിച്ചാണോ വന്ന്? ബസ്സൊന്നും കിട്ടിയില്ലയോ? ഇപ്പൊ ആരപ്പാ ബസ്സിൽ പോണത് നടു ഒടിയാനായിട്ട്? എന്താ കാശ്? ഷോ, ഒരു 550 രൂപ കൊണ്ടേ. 550 രൂപയോ? വീടോടങ്ങ് കൊണ്ടുവന്നാ? അതെന്തപ്പി അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ പെട്ടികളൊക്കെ കണ്ടപ്പോ ചോദിച്ചതാ. അയ്യോ, എന്റെ സ്വഭാവം അങ്ങനെയാണ്. എവിടെ ചെന്നാലും എന്റെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരാൻ പാടില്ല. എന്ത്? ഞാൻ ഈ പെട്ടി ഇവിടെ വെക്കണം. ഇതാണ്. പിള്ളേരെ എല്ലാരും ഇരിക്കും. പെട്ടിയുടെ വെക്കല്ലേ. എഴുന്നേക്കണം. ജോലിക്കാരി സ്ഥാനത്തിരുന്നാ മതി. ഓ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ ഇരുന്ന്. എനിക്കങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല. ഞാൻ എവിടെ ഇരിക്കും. അതിവിടെ വേണ്ട. വേണ്ടെങ്കി വേണ്ടപ്പി. മോനെ, നമ്മളെ റൂം എവിടെ? നമ്മുടെയോ നിങ്ങളുടെയോ? അവൻ വിളവനാണ് കേട്ടാ. ഡേ, എന്റെ അക്കാമഡേഷൻ എവിടെ? അടുക്കള ഭാഗത്ത്. വന്നാണ്. ലോകം ആരംഭിച്ച കാലം മുതൽ ബാല്യകാര്യക്ക് വടക്കേപ്പുറത്താണ് റൂം 4 എന്ന് പറഞ്ഞത്. നമുക്കത് മാറ്റിയെടുക്കുന്നതല്ല. അധികം സ്വാതന്ത്ര്യം എടുക്കണ്ട. ചെയ്യാൻ വന്നൊക്കെ ചെയ്താ മതി. ഓ, ഒരുമാതിരി വേഷം സ്റ്റൈലാക്കലും. നീ ഇപ്പൊ എന്തൊരു ചിന്തിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും മക്കളെ, നിന്നെക്കാളും ചന്തവില്ലേ എനിക്ക്. ഒന്നാണ് ഈ 2 ലൈറ്റ്. നീ ആരുടെ സ്വിച്ച്? എവള ആരുടെ കടിച്ച് തൂങ്ങാൻ പോണ? ഓ, ഒരു തീരുമാനം ആയില്ല അല്ലേ? പോയില്ലേ? അടുക്കള പുറത്തൊന്ന് പെട്ടിക്കാൻ പറഞ്ഞിട്ട് നീ എന്തിനാ തല ചോദിക്കുന്നു? വണ്ടിക്കാരൻ തെറിയിൽ വിളിക്കുന്ന കയ്യിലൂടെ എത്ര 550. പെട്ടി വെക്കാത്ത നമ്പർ എന്റെ ആയിരിക്കും. പോപ്പി പോപ്പി പോപ്പി. നിങ്ങളുടെ കൂടെയാണ് മക്കളെ ജീവിക്കാൻ പോകുന്നത്. മക്കളെ, എന്തായാലും അവൻ ഡീസന്റ് ആണ്. അവന്റെ തന്തയ്ക്ക് വിളിച്ചില്ലല്ലേ. ഇരിക്കട്ടെ, ബാക്കി എന്റെ ഇരിക്കട്ടെ. കുരിശാവോ? പറയാറായിട്ടില്ല. ബാഗ് എടുത്താണ്. തോട്ടുപോലെ വളർന്നവരെ നോയിക്കൊണ്ട് നിൽക്കണം തോന്നി. ഇത്ര നേരം ചെറുക്കം പൊക്കത്തോണ്ട് മതി. കണ്ടില്ലേ നീ? ഇതൊന്നും എടുത്ത് സഹായി. ഒരു തീരുമാനാക്കണേ. അമ്മച്ചി കൈപ്പെട്ടി കളിച്ചോണ്ടാണ് അച്ഛനൊന്നാണ്. വേമ്പ തീ വെച്ചേക്കണ. എന്താ ചൂടപ്പി ഇത്? അയ്യോ, ചെമ നാരപ്പി ഇത്. അതെ, ഇവന്റെ ചേട്ടൻ വരുമ്പോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങേര് വന്നിട്ട് തിരിച്ചു പോകുന്നവരെ മതി നിങ്ങളുടെ സേവനം. അത് കഴിഞ്ഞാലേ ഈ കൂട് കൊടുക്കരുത്, പൊക്കോളണം. കൂട് കൊടുക്കരുത് ഉടനെ പോകാനായിട്ട് ഞാൻ ഉടനെ എന്തിനു പറഞ്ഞത്? എവിടെ ഭയങ്കര കുണ്ടടിയപ്പി. തമാശല്ലേ? ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല. ഈ ടൈപ്പ് തമാശയായിട്ട് അങ്ങേരുടെ അടുത്ത് ചെന്നോണ്ടല്ലോ, ഭയങ്കര ദേഷ്യക്കാരനാ, ഭീകരനാ. അയ്യോ, കണ്ടാ പറയൂല്ലപ്പി. എന്തുവാണ് ഇത്? അവന്റെ ഒരു ബെൽ ബോട്ടം പാന്റും ആനച്ചെവിയ ഷർട്ടും. അങ്ങനെ അയച്ചുന്ന ഡ്രസ്സാ. ഇനി ഇതിട്ട് ഹലോ, ഹായ്.
யாரு இது? എന്റെ ഫ്രണ്ടാ മനു. ஓ, நான் டிரைவர் நினைச்சேன். அம்மா உத்தமன் எங்க? ആശുപത്രി പോയിരിക്കണം. നല്ല സുഖമില്ല. என்னாச்சு? അല്ല ചെറിയൊരു ലൂസ് മോഷൻ. ஓ சரி சரி சரி. ഞാൻ വണ്ടി എടുത്തോണ്ടാ. ശരിട്ടാ നമുക്ക് അങ്ങോട്ട് പോവാം. Bloody fool. ആഹാ. ഹലോ ഹലോ, മനുവാണ്. മനു, ഹലോ, ദിയാണോ? നീയാണോ? അയ്യോ, ഹലോ, എനിക്കത് കേക്കല്ല. അപ്പുറത്ത് ആരുവാ? മനുവാണ്. മനു, മനുസാറാ? മനുസാർ ഇവിടെ ഇല്ല, വിമാനത്താവളത്തിൽ പോയിരിക്കണ്. ദിയയുടെ കാര്യം പറയാൻ മറന്നുപോയി. എന്തര്? ഞങ്ങളിപ്പോ എത്തും. സെറ്റ് സാരിയെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ട് നിക്കാൻ പറ. വിനായക ചേട്ടൻ കണ്ടാ ഞെട്ടണം. സെറ്റ് സാരി എടുത്ത് നിക്കണെന്നാ? ഓ, ഇത്രയും ഉള്ള അത് പറഞ്ഞാ പോരാ നേരത്തെ. ശരി എന്നാ. ഓക്കെ ഓക്കെ, റൈറ്റ്. എന്റെ അമ്മച്ചോ കോവിക്ക. വണക്കം. வணக்கம் வணக்கம். யாரு இந்த ஐஸ்வர்யமான பொண்ணு? ഇതൊരു ചേച്ചി ഗീതു. എന്റെ ചേച്ചിയാ. വാങ്ങോ. പ്ലീസ് കം. ஏய் நீத்து. நீத்து, உங்க மேரேஜ் விஷயத்தை இந்த பையன் சடனா தான் சொன்னான். அதனால தான் என்னால வர முடியல. என்ன மன்னிச்சிடுங்க. അയ്യോ, അതൊന്നും പ്രശ്നമില്ല ഏട്ടാ. Anyway, congratulations and best of luck. താങ്ക് യു. God bless you. தம்பி உட்காரு. நீத்து உட்காரு. நீங்க ஏன் நிக்கிறீங்க? உட்காருங்க. എന്നെയോ? ஏய் என்ன? ചേട്ടൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക. ஏய் நீத்து, நீ தானே கல்யாண பொண்ணு. உன் கையால ஐஸ்வர்யம் ஏதாவது சாப்பிடணும் ஆசையா இருக்கு. போய் எடுத்து. കറക്റ്റ്. ഞാൻ പറയണോന്ന് വിചാരിച്ചാൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞേ. പോണേ ഇടി, പോണേ അവിടുന്ന്. ചിന്ന കൊണ്ട ചേട്ടാ, അവൾക്ക് ചമയിൽ എതും തെരിയാതെ എല്ലാം അതെ അതെ, അവളുടെ അച്ഛന് ഇഷ്ടമില്ലാതെ കല്യാണം നടന്നത്. അവക്കതില് ഇത്തിരി വിഷമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ചേച്ചിയോട് നിക്കാൻ പറഞ്ഞത്. അതെ ചേട്ടാ, എല്ലാം നന്നായി പോയി എന്ന് എനിക്കിപ്പോ തോന്നുന്നു. കൊണ്ടോ ചേട്ടാ. മോനേടാ, നീ ചായ കുടിക്കില്ല. ഞാൻ മറന്നുടാ. എന്തിനാ ചായ ഇത് മോട്ടവെള്ളം പോലെ? ഞാൻ ഇപ്പോഴാണ് ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. കൊച്ചു പിള്ളയല്ലേ. சின்ன பொண்ணு தான் கத்துக்குவாங்க. തന്നെ நான் போய் குளிச்சிட்டு வந்துறேன். ഓക്കേട്ടാ. ചേട്ടാ വാച്ചിങ്ങേരി. Rolex, very costly. 22 carats diamonds and gold. Rupees 2 lakhs. എന്റെ അമ്മോ, നോക്കനാലും നോക്കട്ടാലും 2 lakhs. நான் போய் குளிச்சிட்டு வரேன். ഇത്രയും സുന്ദരനൊന്നും നീ പറഞ്ഞില്ലല്ലേ. ஏப்பா, அப்பா வண்டி தானே? இப்படி அழுக்கா வச்சிருக்க? அப்பா மேல வச்சிருக்க மரியாதை அவ்வளவுதானே? சாரி, இதுக்கு ஒன்றும் குறைச்சிடல. சாரியை கண்டுபிடிச்சு உதைக்கணும். உத்தமா, எங்க இருக்க? உடம்பு எப்படி இருக்கு? ஓகே ஓகே, சீக்கிரம் வா. வரும்போது வீட்டோட டாக்குமெண்ட்ஸ் எல்லாம் எடுத்துட்டு வா. என்ன? ஓகே. അപ്പൊ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായടാ സൂര്യ. ഇങ്ങോട്ട് ഇറങ്ങി. എങ്ങോട്ട് പോകുന്നു? വിനായക് സാറിനെ ഒന്ന് കാണണം. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എന്താ കാര്യം? ചെല്ല്, അപ്പ അറിയാം. എനിക്ക് വിനായക് സാറിനെ കണ്ടേ പറ്റൂ. ഞാൻ ആകെ ടെൻഷനില്ല. എന്നെ ഏൽപ്പിച്ചിരുന്ന ആ പ്രമാണം കാണാനില്ല. കൊള്ളാം. കൂനിന്മേ കുരു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. രാവിലെ ഹോസ്പിറ്റലാന്ന് കള്ളം പറഞ്ഞ് ബീച്ചിൽ കറങ്ങി നടക്കണ്ടെന്ന് വിനായകൻ ചേട്ടനെ ആരോ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ഒരബദ്ധം പറ്റി. ചേട്ടന്റെ ആ ജമീലയുടെ ഫോട്ടോ വന്ന മഞ്ഞപ്പത്രം ചേട്ടൻ കണ്ടോന്നൊരു സംശയമുണ്ട്. ആകെ വൈലന്റാ. കയ്യെ കിട്ടിയ മൂക്കടിച്ച് പറത്തുന്നു. സംഗതി ഏറ്റു. വിനായകൻ ചേട്ടൻ വയലന്റ് ആണെന്നും കയ്യെ കിട്ടിയ മൂക്കിടിച്ച് പറത്തുന്നു പറഞ്ഞതും പുള്ളി മുങ്ങിയത് ഒരുമിച്ച്. ഈ കഷ്ടകാലം എന്ന് പറഞ്ഞാ ട്രാൻസ്പോർട്ട് ബസ് വരുന്ന മാതിരിയാ. വരുമ്പോ എല്ലാം കുടുങ്ങി വരും. ഇത് കൂടെ എനിക്ക് താങ്ങൂല. നീ തന്നെ എങ്ങനെയും കൈകാര്യം ചെയ്യും. ഓടിക്കോ. നീ എവിടം വരെ ഓടുമെന്ന് ഞാനും നോക്കട്ടെ. എനിക്ക് അവനെ വേണ്ട.
നിന്നെ മതി. അതെ ചേട്ടാ പതുക്കെ ആരെങ്കിലും കേൾക്കും. എടാ അത് കാശ് വാങ്ങിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. തൽക്കാലം നമുക്ക് താമസം ഇങ്ങോട്ട് മാറ്റാം. ഞാൻ പോയി കൂടും കുടുക്കി എടുത്തോണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഇവിടെ കേറി നീ ആരുടെ തെണ്ടി മേയറാ? ഇപ്പൊ തന്നെ പലിശ എത്രയാന്നറിയാവോ? 2,10,000. അതിൽ 50,000 രൂപ നീ നേരത്തെ എനിക്ക് തന്നു. ബാക്കി എത്രയാ? 32,500. സ്കൂളിൽ പോയിട്ടില്ല അല്ലടാ. എടാ മിണ്ടിപ്പോരുത്, ഇത് സയൻസ് ആണ്, സയൻസ്. ചേട്ടാ 1,60,000 തന്നല്ലോ. ബാക്കി തുക എപ്പ തരും? കുറച്ച് സമയം കൂടി തരണം. കുറച്ച് സമയം. എടാ അമ്മണിക്കുട്ടാ, എന്തോ നമുക്ക് പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാലോ? അയ്യോ അതല്ല. ഏതല്ല ചേട്ടാ എനിക്ക് ഒരാഴ്ചത്തെ സമയം കൂടി തരണം. അമ്മണിക്കുട്ടാ, നീ അകത്ത് പോയി മറ്റവനെ പൊക്കിക്കൊണ്ടുവാടാ. അയ്യോ പ്രശ്നം ഉണ്ടാക്കരുത്. ആ തങ്കം മാറിപ്പല്ലേ ഞങ്ങളെ അവസ്ഥയിൽ എത്തിച്ചു. എന്താ പ്രശ്നം? ഈ തണ്ടിയും വേറൊരു പരമതണ്ടിയും കൂടെ കുറച്ച് കാശ് കടം വാങ്ങിച്ചു. ഒരു ഭൂലോക തണ്ടിയുടെ കൈ. പലിശ ഇനത്ത് ചേട്ടന് ഇപ്പൊ എത്ര രൂപ കിട്ടാനുണ്ട്? 1,60,000 തന്നല്ലോ. 2 ലക്ഷം രൂപയുടെ വാച്ച റോളക്സ് 22 കാരറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്. തൽക്കാലം പലിശ ഇനത്തിൽ ഇതിരിക്കട്ടെ. തൽക്കാലം ഇതിരിക്കട്ടെ. യെസ്. ബാക്കി കാശ് തരുമ്പോ തിരിച്ചുതരാം. യാരത്? വേഗം സ്ഥലം വിട്ടോ. തലക്ക് സുഖമില്ലാത്ത ആളാ ചികിത്സക്കായിട്ട് വന്നോ. കഷ്ടം. പിരിവിന് വന്നതാ. ஒரு 5-10 கொடுத்து அனுப்பிச்சுடு. அதே இது டெய்லி பிரிவா? டெய்லி எல்லாம் கொடுக்க முடியாதுங்க. இதாங்க 10 ரூபா இருக்கு. அடுத்த சனிக்கிழமை வாங்க. ശനിക്കിഴമ ഞായർക്കിഴമ ഒന്നും അല്ല, എനിക്ക് നാളെ കിട്ടണം. பாத்தியா திமிர? பிச்சை காசுக்கு டிமாண்ட் வைக்கிறியா? கண்டிப்பா நாளைக்கு வேணுமா? നാളേക്ക് വേണം. இன்னைக்கு ഓ கொடுக்கட்டுமா? സന്തോഷം. ചേട്ടാ ഇങ്ങനെ പറയട്ടെ. ചേട്ടാ തലയ്ക്ക് സുഖമില്ലാത്ത ആളാ. ഏത് വലിയ വീട് ഉണ്ടാലും അവിടെ ചെന്ന് പിരിവെന്ന് പറഞ്ഞു നിൽക്കും. ஓஹோ அப்படியா? சரி சரி டிஸ்போஸ் பண்ணு. ഓക്കെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അയാൾക്ക് ഭ്രാന്താന്ന്. ചികിത്സക്കായിട്ട് വന്നതാ. ഒരു 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു. അതുവരെ ചേട്ടൻ ഇങ്ങോട്ട് വരരുത്. ആ ഭ്രാന്തം പോയ ഉടനെ മുഴുവൻ കാശായിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം. ഉറപ്പാ. എനിക്ക് ഇത്ര ഉശിരോ? തൽക്കാലം മുങ്ങ. യെസ്. അപ്പൊ പിന്നെ നീ ചേട്ടനുണ്ടാക്കിയ ചിക്കൻ കുഴപ്പം എടുത്തോണ്ടോ? ഒലക്ക വിഴുങ്ങാൻ എനിക്കത് പോണേ അവിടുന്ന്. ചിക്കൻ കുഴമ്പാണ് കേട്ടോ. ചെറിയാതെ പോണേ, അകത്ത് പോണേ. ചുമ്മാ സഹായി. രാവിലെ അമ്മ ഇതുവരെ ഒരു റെസ്റ്റും ഇല്ല കേട്ടാ. എന്നോട് ചിക്കൻ കുഴമ്പ് സാപ്പിട്ടിട്ട് കറക്റ്റ് ആണെന്ന് പറയണം. ചിക്കൻ കുഴമ്പ് ഇഷ്ടാണല്ലേ? எனக்கு சிக்கன் குழம்பு பிடிக்கும். எப்படி தெரியும்? അതൊക്കെ தெரியும். ഞാൻ കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനെയാണെങ്കിലേ ഞാൻ പോവാ. അവളുടെ ഒരു ചേച്ചിക്കളി. അഭിനയിക്കാമെന്ന് ഏറ്റിട്ടുള്ളൂ, അനുഭവിക്കാമെന്ന് ഏറ്റിട്ടില്ല. ഈ അനുഭവം ഒരു അഭിനയമായിരിക്കട്ടെ. ഒരു നല്ല കാര്യത്തിനല്ലേ. കുറച്ച് ദിവസം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. സുഖിപ്പിക്കല്ലേ. നിങ്ങൾ 2 പേരാ ഇതിനൊക്കെ കാരണം. നടക്ക് കൊച്ചേ, വേഗം അതാ ചേട്ടന് വിശക്കണ്. വേഗാട്ടെ, ഇവിടെ ഞാൻ വിളമ്പി കൊടുത്തോളാം. നല്ല ജോഡിയല്ലേ? ഇങ്ങനെ വേണം ഇരിക്കാൻ. ചേട്ടാ നല്ല കോമ്പിനേഷൻ അല്ലേ? സൂപ്പർ. ചിക്കൻ സൂപ്പർ. അയ്യോ എന്റെ കൊഞ്ചറവള ആച്ചാലി കരിക്കത്തമ്മ, എനിക്ക് മതിയായോ. അയ്യോ 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 മണ്ടേ കയറിയല്ലേ. മേപ്പോട്ട് കയറണം. നോയി കണ്ടിക്കാതെ വെള്ളാട് വെള്ളാട്. ചിക്കൻ കൊടുത്തും തലേ കൊട്ടി ഇവളാ തടിയനെ തട്ടിയെടുക്കണ ലക്ഷണമാ. ഓവർസ്മാർട്ടാവല്ലേ? ജോലിക്കാരുടെ സ്ഥാനത്ത് നിന്നാ മതി. ഞാൻ പാർത്തതിലെ അവൻ ഒരുവനെ താൻ നല്ല അഴകനൻപേ നല്ല അഴകനൻപേ ഞാൻ ചേട്ടത്തെ കളി കണ്ടേച്ചാലും മതി. മക്കളെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് തുറന്നപ്പോ എനിക്ക് എന്തൊരു ലാഭം. ഇത് പറഞ്ഞ നനഞ്ഞല്ലേ ഉള്ളപ്പി. അങ്ങനെയെങ്കിലും നീ ഒന്ന് കുളിച്ചുകളാ. എന്തരപ്പി ഇവളെന്താ വിളിച്ച ബിച്ചെന്നാ? തന്നെ മക്കളെ ബിച്ചെന്ന് പറയുമ്പം ഫീമെയിൽ വുൾഫ് അഥവാ പെൺ ചെന്നായ. പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തെരുവ് പട്ടി എന്നൊക്കെ വിളിക്കും. അതല്ലെങ്കിൽ ദ വേവാർഡ് വുമൺ, അബദ്ധ സഞ്ചാരിണി. അതും അല്ലെങ്കിൽ ദ സ്പൈറ്റ്ഫുൾ വുമൺ, ക്രൂരിയായ ദുഷ്ടിയായ സ്ത്രീ എന്നൊക്കെ പറയും. എന്റെ പൊന്നുമക്കളെ, എന്റെ മുഖത്തൊക്കെ നീ പറ. എനിക്ക് അങ്ങനെ ഒരു ലുക്ക് അടിക്കണ്ട. നല്ല താമരപോലെ വിടർന്ന് എന്ത് മനോഹരം. നീ ഇപ്പൊ വിളിച്ച പേരില് എന്നെ ഏത് പേരാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, നീ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഇരുന്നും കിടന്നും നിന്നൊക്കെ നീ ആലോചിച്ചോക്ക്. ഇതിൽ ഏതാണ് നിനക്ക് ചേരണമെന്ന് നീ എന്നെ തീരുമാനിച്ചു. മക്കളെ, ഈ വായി കൊള്ളാത്ത ഇംഗ്ലീഷ് വാക്കുകൾ പറയുമ്പോ അതിന്റെ അർത്ഥമെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ?
ഡേ ഒന്ന് തലയാട്ടടേ. ഓ തല തിരിഞ്ഞ എന്നെ ബിച്ചു പോലും പിച്ച് അത് നമ്മളെ നോക്കി. ഡേ ഇങ്ങ് വന്നാണ്. നീ അല്ലേ അങ്ങേരോടി പറഞ്ഞത് ഞാൻ എവളെ ചേച്ചിയാണെന്ന്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലേ തന്നെ. രാവിലെ മുതൽ അടുക്കള കിടന്ന് ചറമിക്കണം, പിന്നെ എവളെ ചേച്ചിയായിട്ട് അഭിനയിക്കണം. ആറ്റോ മച്ചാണ് മക്കളെ, എന്നെ കൊണ്ട് ഈ പണി പറ്റേയില്ല. തങ്കച്ചുള്ള കട്ടയാമെന്ന് ജീവിച്ചാലും എനിക്ക് പ്രശ്നമല്ല. നീ എത്ര ശമ്പളം തന്നാലും ഞാൻ പോവും. ഒക്കില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പൊള്ളിച്ചടിക്ക് കൈ തരാൻ. പ്ലീസ് അവസാന നിമിഷം കൊണ്ട് കാലം അടയ്ക്കല്ലേ. എന്റെ അത്രയും ഗ്ലാമർ അവക്കില്ലെങ്കിലും അവളെ കാട്ടിലും ബുദ്ധി എനിക്കുണ്ടെന്ന് അവർക്ക് അറിഞ്ഞൂടാത്തത്. എന്ത് എന്നെ കാണുമ്പോൾ ചാണകത്തി ചോട്ടല്ലോ മുഖം ഇങ്ങനെ കൊണ്ടത്. സമ്മതിച്ചു. ഓക്കെ, ഈ ചൂത്ത സ്വഭാവം ഒന്നും നമ്മൾ എടുത്തെടുക്കാതെ അവിടുത്തെ പറഞ്ഞേക്കാം കേട്ടാ. താങ്ക് യു. പിള്ളി ഏയ് സമയം എന്തായി? ഉറങ്ങളെ ഓ ടിവിയിൽ ഇപ്പോൾ റോക്ക് ഷോ ഉണ്ട്, അത് കാണാനിരിക്കും. അമ്മാ നീത്തു എങ്ക? റൂമിലുണ്ട്. தம்பி மேரேஜ் ஆகி கொஞ்ச நாள் தான் ஆச்சு, டைம் வேஸ்ட் பண்ணக்கூடாது. ரூமுக்கு போ. ചേട്ടാ ഇപ്പൊ തുടങ്ങും, ഒരു അരമണിക്കൂർ. அரை மணி நேரமும் இல்ல, ஒரு நிமிஷமும் இல்ல. நீத்து காத்துட்டு இருப்பான்ல. Come on I say, வா. You should not let your wife wait man now. Hey, நீ எവിടെ போணும்? ഞാൻ உன்னோட முறியில போய் படுத்துக்க போ. தம்பி வா. സാഹചര്യമാണ് മനുഷ്യനെ ഓരോന്ന് ചെയ്യിക്കുന്നത്. ഇവനെങ്ങാനും മനസ്സ് മാറി എന്തെങ്കിലും സംഭവിച്ചാലോ? പാടില്ല. അവൻ മുറിയിലുണ്ട്, ആകെ ടെൻഷനില്ല. ചേട്ടനാണ് ഉറക്കമില്ല, എന്നെ ഇങ്ങോട്ട് തള്ളി വിടുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി കിടന്നോളാം, എന്നിട്ട് താമര ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഒരു കള്ളം മറയ്ക്കാൻ മറ്റൊരു കള്ളം, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കൂടാ? ஏய் என்ன பண்ற? எக்ஸசைஸ். காலத்து சமையல அதுകൊണ്ടാ. ராத்திரில எக்ஸசைஸ் பண்ண கூடாது. ஓ நைட்ல உடம்புக்கு ரெஸ்ட் கொடுக்கணும். என்ன போய் தூங்கு போ. குட் நைட். போ. திருடா. யோ ஏலே என்னடா? ചേട്ടാ ഓ ഇവിടെ പാല്. താങ്ക് യു. അയ്യോ ഇതിനകത്ത് പരം പഞ്ചാര കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിനക്ക് പാലൊന്നും വേണ്ട, നീ ഇതോടെ ഒറ്റയ്ക്കുള്ളൂ. അങ്ങോട്ട് ചെല്ല്, ഞാൻ ഇപ്പൊ വരാം. അർദ്ധരാത്രിയിലെ ചേട്ടനപ്പുറത്തോട്ട്. എനിക്ക് പുതിയൊരു ട്യൂൺ കിട്ടിയിട്ടുണ്ട്, ഞാനൊന്ന് കമ്പോസ് ചെയ്തിട്ട് ഇപ്പൊ വരാം. ചെല്ല്. അല്ല എന്തിനാണ് ചെല്ല് ചെല്ല് ചെല്ല്. എവിടെ? ഭയങ്കര തപ്പണല്ലേ വൈ. പതപ്പൊക്കെ വിരിക്കണല്ലേ. ഓ തട്ട് കെട്ടിട്ട് നമ്മോ ശ്വാസം പൊട്ടിപ്പോയി. അപ്പൊ അമ്മയാണ് നീ 6000 രൂപ ശമ്പളം. ഞാൻ ഇവിടെ കിടന്നിരിക്കുന്ന പെണ്ണെ നീ പറയാ. നീ കിട പെണ്ണെ, ഞാൻ ഇവിടെ കിടന്ന് നിൽക്കുന്നുണ്ട് കുഴപ്പം. നീ അവിടെ കട അവിടെ കൂട്ടിടക്കം വന്നിട്ട് ഒരു മരിക്ക സ്വഭാവങ്ങൾ കാണിക്കല്ലേ. എടി ചാമ്മ ഇവിടെ വാടി. അവിടെ കട മര്യാദ കിടക്കട. എന്തൊരു കൂട്ടകളപ്പ. കണ്ണ തുറക്കണു என்ன பண்ணிட்டு இருக்கீங்க எல்லாரும்? நீ என்னடா பண்றீங்க? என்ன முடிக்கிற? ചേട്ടൻ ടി വി കണ്ടോണ്ടിരിക്കുമ്പോ അല്ല ഞങ്ങൾ ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴാണല്ലോ ചേട്ടൻ വന്നത്. ആ സമയത്ത് ഔട്ടായി. ആ സമയത്താണല്ലോ പാല് കൊണ്ടുവന്നത്. ആ സമയത്ത് നീതി മുറികൊണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇവൻ വീണ വായിച്ചു. വീണ വായിക്കണേ. ഓസ്കർ കിട്ടിയതാണ്. Total confusion. Hey, நீயும் நீத்து இந்த ரூம் தானே? ஓகே, அந்த பையன் அந்த ரூம். நான் ஆப்போசிட் ரூம். தாமரை கீழ ரூம். இப்படி எல்லாரும் இவட வண்ணோ. അമ്മേടേടാ ഒന്നോ മരെ വിശ്വസിക്കാവുന്ന പായകര കള്ളം മരെ. എല്ലാം നീതാ കാരണം. Hey, don't touch. സോറി. ഡേയ് അങ്ങനത്തെ ദേഷ്യം വന്നിട്ട് ഞെവിടെ അപ്പി നിങ്ങളത് കാണുന്നടേ. അളിയ അഫ്രീദി ഔട്ട്. അഫ്രീദി മാത്രമല്ല നമ്മളെല്ലാരും ഇപ്പോൾ ഔട്ടാവും. മനു, ഈ കാണുന്ന കംപ്ലീറ്റ് പ്രശ്നങ്ങൾക്കും
കാരണം നിന്റെ അതിബുദ്ധിയാ. അതുകൊണ്ട് ഇതിനൊക്കെ നീ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇളിച്ചു കാണിച്ചാ പോരാ, ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. എടാ ഈ വീടിന്റെ പണയം വെച്ചിരിക്കുന്നത് അത് നീ മറക്കരുത്. ഞാൻ ചേട്ടനോടെല്ലാം തുറന്നു പറയാൻ പോകും. നീ പോയി പറ, അതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുമല്ലോ. സൂര്യ സറണ്ടർ കൈവിട്ടു പോയി. എന്തോ ഞാൻ വാച്ച് ആരാ പാത്തീங்களா? ഏയ് നീ കണ്ടോ? ഞാൻ കണ്ടില്ല, ഇവിടെ എവിടെയെങ്കിലും കാണും. ஐயோ ചേട്ടാ എന്താ தாமரை என் வாட்ச் பாத்தியா? வா அந்த ரோலக்ஸ் வாட்ச் தானே? 22 கேரட். ஆமா. கோல்ட். எக்ஸாக்ட்லி. டைமண்ட். எஸ். டூல் ஹேக்ஸ். நானு பாக்கலேடா. இது ஒரு வட்டு கேஸ். என் வாட்ச் எங்க வச்ச? ஏய் ஹலோ. പിന്നെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് വന്നേ, സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അയ്യേ ഇത് എവിടുത്തെ ഇടപാടിത്? யாரு? ചേട്ടൻ. ചേട്ടൻ. ഹായ്. വിനായകേട്ടൻ എപ്പോ വന്നു? വർഷം കുറച്ചായി. சூர்யா யாருது? ஏய் நான் கேக்குறேன்ல சொல்ல. ഗേൾ ഫ്രണ്ടാ, ധൈര്യമായിട്ട് പറയണേ. ഏയ് അല്ല, ഈ ആൺ ഫ്രണ്ടിനെ ബോയ് ഫ്രണ്ട് എന്നും പെൺ ഫ്രണ്ടിനെ ഗേൾ ഫ്രണ്ട് എന്നാണല്ലോ പൊതുവെ പറയാ. ഓഹോ ഗേൾ ഫ്രണ്ട്. ചേട്ടാ എന്തെന്നറിയാമോ, ഈ മനുവിന്റെ കണക്ഷൻ സ്വിച്ച് ആണ് അവളത്. ഇതാരാ? താമര. സിസ്റ്റർ. ഓ അനിയത്തി. ஏய் குட்டி பேர் என்ன? தியா. தியா. சரி தியா வந்து மனுவோட கேர்ள் ஃப்ரெண்ட் தானே, ஏன் சூர்யாவை கட்டி பிடிக்கிற? അത് മ്യൂസിക് വരേണ്ട കോമ്പറ്റീഷൻ ആണല്ലോ, അതിന്റെ ക്ലോസിംഗ് സെറമണിക്ക് അവതരിപ്പിക്കാനുള്ള ഡ്രാമയുടെ റിഹേഴ്സലാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്ലൈമാക്സ് ആവുമ്പോ കെട്ടിപ്പിടിക്കലും ഉമ്മാക്കലും ഒക്കെ സാധാരണ ആണല്ലോ. ഡ്രാമാണേ ചേട്ടാ, ഡ്രാമയാണല്ലോ. பார்த்தா ஒண்ணும் டிராமா மாதிரி தெரியலையே. റിഹേഴ്സൽ ഇപ്പൊ തുടങ്ങിയുള്ളൂ, പക്ഷെ എന്തൊരു ഒറിജിനാലിറ്റി. தம்பி என்ன எக்ஸ்பிரஷன் கம்மியா இருக்கு, இதுவா நடிப்பு? தியா என்ன பொறுத்த வரைக்கும் நடிப்புல 2 டைப் இருக்கு. ദൈവമേ, മൂർഖം പാമ്പിനെയാണല്ലോ ചവിട്ടിയത്. ஃபர்ஸ்ட் நம்ம சிவாஜி சார். முத்துக்களோ கண்களில் தித்திப்பதோ கண்ணம் சிந்தித்த வேளையில் சிந்திக்கவே இல்லை, தந்துவிட்டேன் என்னை. ரெண்டாவது டைப் நம்ம புரட்சி தலைவர் எம்ஜிஆர். நான் பார்த்ததிலே அவள் ஒருத்தியை தான், நல்ல அழகு என்பேன், நல்ல அழகு என்பேன். நான் கேட்டதிலே அவள் வார்த்தையை தான், ஒரு கவிதை என்பேன், ஒரு கவிதை என்பேன். முதல்ல சொன்னீங்க எவ்ரிதிங் சக்சஸ். இப்படி இப்போ சொல்றீங்க. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. മനസ്സിലാവാത്ത കൊണ്ടാണ് ഏറ്റവും പഠിപ്പിച്ചു തരുന്നത്. ചേട്ടാ ചേട്ടന്റെ ഫോണാണ് അടിക്കുന്നത്. ഫോൺ ഓക്കേ. പെണ്ണെ ഇങ്ങോട്ട് പിടി, നാടകം കഴിഞ്ഞല്ലേ? എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. തൽക്കാലം ദിയാണ് നീതു, അതായത് ചേട്ടന്റെ മുന്നിൽ സൂര്യയുടെ ഭാര്യ ദിയാണെന്നർത്ഥം. തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി അങ്ങനെ കളി കളിക്കേണ്ടത് പ്ലീസ്. സൂര്യ നീ എങ്ങനെ? ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞതാ, പിന്നെ അവന്മാരെല്ലാരും കൂടി നിർബന്ധിച്ചു. അങ്ങനെയല്ലേടാ? കുറച്ച് ദിവസം കൂടി ചേട്ടനുണ്ടാവും, അതുവരെ മതി പ്ലീസ്. ചേട്ടന്റെ മുമ്പിൽ ആൾമാറാട്ടം കാണിക്കണല്ലടാ, പാവപ്പെട്ട മനുഷ്യനെ ഞാൻ പറ്റിക്കോളാം, ഞാൻ പറഞ്ഞു കൊടുക്കണം, നോക്കിക്കോളാം. ആരുടെ ഇത്?
വിനായകൻ സാർ അവിടെ ചേട്ടൻ ഫ്ലൈറ്റിൽ പോയി. എല്ലാരും ഇറങ്ങിക്ക് സ്ഥലമൊക്കെ കാലിയാക്ക്. മണിക്കുട്ടാ, നീ ആ വണ്ടി സാധനങ്ങളൊക്കെ ഇറക്കി നിർത്ത്. എന്തോന്ന് സാധനങ്ങൾ? വീട്ടു സാധനങ്ങൾ. ഇനി മുതല് ഞങ്ങൾ ഇവിടെ താമസം. ഇവിടെ താമസിക്കാൻ എന്താ സത്ര വന്നോ? പറയട്ടെ, ഉടക്കാൻ നിൽക്കണ്ട. ചേട്ടനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന. ചികിത്സിക്കാൻ വന്ന ആള് ചികിത്സിച്ചാ മതി. ഡോക്ടർ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഉത്തമ இவ்வளவு எங்க போன? ஏய் மறுபடியும் ஏன் இங்க வந்திருக்க? உனக்கு என்ன வேலை? போ 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 போ. മാനസിക രോഗികളോട് സംസാരിക്കാൻ എനിക്ക് തീരെ സമയമില്ല. താങ്കൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഡോക്ടർ. അദ്ദേഹത്തോട് സംസാരിച്ചാൽ മതി. മനസ്സിലായോ? യോ നീ എപ്പോഴാ ഡോക്ടറാണ്? ചികിത്സിച്ച് ഭ്രാന്തനെ മുഴുവൻ ഭ്രാന്തനാക്കിയല്ലോ. ഒരു ഡോക്ടറല്ലേ, വക്കീല്. ഈ ഭ്രാന്തന്മാരെല്ലാം ഇങ്ങനെയാ. വക്കീലിനെ ഡോക്ടറാക്കും, ഡോക്ടറെ വക്കീലാക്കും. അല്ലേ ബാസി? ആ കാണുന്ന സോഫയല്ലെന്നും ഈ കാണുന്ന ടി വി അല്ലെന്നും ആ കാണുന്ന ഡോറല്ലെന്നും ഈ കാണുന്ന Stupid fellows. നീതു, ഇങ്ങ് വാ. ശരിക്കും വട്ടായോ സാറേ? ഇത് നീതു അല്ല, ദിയയാണ്. ഉത്തമ ചേട്ടനാണ് വട്ട്, ഞാനല്ലേ നീതു. അയ്യോ അല്ല, അന്ന് ഞാൻ കണ്ട നീതു ഇതാണ്. ഉത്തമ, ഉനക്ക് എന്നാ പൈത്യമാ? നോ, ഇതെന്റെ ദിയാണ്, എന്റെ മാത്രം ദിയ. ഇതെന്റെ നീതു, എന്റെ മാത്രം നീതു. ആ നിൽക്കുന്നത് എന്റേതാണ്, എന്റേത് മാത്രമാണ് ആ കുട്ടി. സത്യം എനിക്കറിയണം. അയക്ക് പ്രാന്താണ്, സാറിനും പ്രാന്താണ്. യാരെയാ പ്രാന്ത്? നീതായ പ്രാന്ത്. മൂക്ക് ഒളിച്ചു. സാധനങ്ങൾ ഇറക്കിക്കോട്ടെ. സമയമായില്ല, ഞാൻ പറയാം. ഹലോ, ഒരു ഡോക്ടറോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അസുഖം ഭേദമാകണ്ടേ? ഡോക്ടറോട് വിനയത്തോടും ബഹുമാനത്തോടും കൂടി വേണം പെരുമാറാൻ. നല്ല കുട്ടിയല്ലേ? ഇപ്പൊ ഡോക്ടറുടെ ആശുപത്രി പോയി മരുന്നെല്ലാം കഴിച്ച് ഒരു ഗുഡ് ബോയ് ആയിട്ട് തിരിച്ചു വരണം. ഗുഡ് ബോയ്. സാധനങ്ങൾ ഇറക്കി വെക്കട്ടെ. സമയമായില്ലടാ. സാധനങ്ങൾ ഇറക്കി വെക്കട്ടെ. വീട്ടിൽ എല്ലാവർക്കും പൈത്യം പിടിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഭഗവാനെ. അണ്ണാ, ഞാൻ സേഫ്റ്റിക്ക് എല്ലാരും അണ്ണാ വിളിക്കണത്. എവളും യവനും, യവനും അല്ലല്ല, യവനും യവളും അല്ല, ഇവിടെ എന്തരോ ഒരു ചുറ്റിക്കളി നടക്കുന്നുണ്ട്. ഇത് ഞാൻ വിനായകൻ സാറിനെ അറിയിച്ചിട്ടേ പോകൂ. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. മഞ്ഞ പത്രം. സൂര്യക്ക് അറിയോ എന്ത് സന്തോഷത്തിലാ ഞാൻ മലേഷ്യ ഓടിയെത്തിയെന്ന്? മലേഷ്യ ഇവിടം വരെ ഓടി വന്നോ? അപ്പൊ ഫ്ലൈറ്റിലല്ലേ? തമാശക്കല്ലേ? നീതു പ്ലീസ്, അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാൻ വിചാരിച്ചു ചേട്ടൻ ഇത്ര വട്ടം ഇങ്ങോട്ട് എത്തുന്നു. ഇതുവരെ തീർന്നില്ലേ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പരിഭവം? അപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ എത്ര പറഞ്ഞിട്ട് ഇവക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല. പറഞ്ഞാ മനസ്സിലാവുന്ന സിറ്റുവേഷൻ അല്ലല്ലോ അന്ന് ഇവിടെ നടന്നത്. വിഷ്വൽസിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. പിന്നീട് ഞാൻ ആ സമയം പോലെ നീതുവിന് വിഷ്വലൈസ് ചെയ്ത് തരാം. ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇതൊക്കെ ഒരു ത്രില്ലല്ലേടാ? ത്രില്ലല്ല, നല്ല തല്ലാ നിനക്ക് കിട്ടണ്ടേ. ഇവൻ ഒറ്റ ഇതിനൊക്കെ കാരണം. നീതു, ഇറ്റ്സ് സോ ഹാപ്പൻഡ്. സഹിക്കാതെ വേറെ നിവർത്തിയില്ല. ഒരു ഭാഗത്ത് ചേട്ടൻ, മറ്റേ ഭാഗത്താണെങ്കിൽ പൂതന താമര, അതാണെങ്കിൽ ഭൂലോക പാര. വല്ലതും പറയാൻ പറ്റോ? ഇപ്പൊ എന്റെ ചേച്ചിയല്ലേ. അവരെ കണ്ടാ പറയും ചെയ്യും നിന്റെ ചേച്ചിയെന്ന്. ഒരമ്മ പെറ്റ മക്കളെ പോലെ. ഒന്ന് പോടാ. തമാശ പറയാതെ അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വല്ല വഴിയുണ്ടോ നോക്ക്. അത് ഞാൻ ഏറ്റു. എന്തെങ്കിലും പറയുമ്പോ കേക്കേണ്ട താമസം. ചാടി അങ്ങ് ഇറങ്ങിക്കോളും. ഇവൻ ചാടി ഇറങ്ങിയ ഫലമാ നമ്മളൊക്കെ ഇങ്ങനെ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഓ, എന്നാ ഇനി ഞാൻ ചാടി ഇറങ്ങുന്നില്ല, അല്ലാണ്ട് ഇറങ്ങിക്കോളാം. എന്നെ ആരും നോക്കി പേടിപ്പിക്കണ്ട. ഈ താമരെ എന്നേക്കുമായി കുളത്തിലെറിയുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്ങനെ? വരുന്നുണ്ട് കക്ഷി. ഇതെന്തരെല്ലാരും ഇവിടെ കിടന്ന് വരവണത്? പെമ്പിളുടെ അടുത്തൊരു കാര്യം പറഞ്ഞേക്കാം. എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് വെട്ടി ഉരുട്ടണമെന്നുണ്ടെങ്കിൽ അടുക്കള വന്ന് എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾക്ക് സൗകര്യമില്ല. മാസം 6000 രൂപ പുളിങ്കിരി പോലെ എണ്ണി തരുന്നതേ ഓസനല്ല. സൂര്യൻ ചന്ദ്രക്കെ വരി. എന്താണ് ഇത്രയും പേർക്ക് വെച്ച് വിളമ്പണമെന്ന് കരിക്കാൻ തമ്മച്ചാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ലല്ലേ? പിന്നെ എന്താ പുളുങ്കുരുന്നൊക്കെ എടുത്ത് പറയാൻ? അയ്യോ ഇല്ലപ്പി, ഞാൻ എന്നെ കൊച്ചമ്മയെന്ന് വിളിച്ചോളാം. എവള് ഭയങ്കര കുണ്ടണിയാണ് കേട്ടാ. നീ പെടാ പാട് വെക്കും. Don't talk to her. She is cultureless. Excuse me. Mind your words. നിനക്കൊക്കെ ഇംഗ്ലീഷും മംഗ്ലീഷും മാത്രമേ അറിയാവൂ. I know all languages. मैं सब भाषा को जानती हूँ. అన్ని భాషలు నేను మాట్లాడతాను. ఏనాద్ರೂ జాస్తి మాట్లాడతారే వడదాగి పెడితే అಷ್ಟೇ. నెట్టియా? If you want to have something, please come and help me. Follow. അതെ, come and help me. നമ്മൾ 4 പേരും കൂടെ അവളെ സഹായിക്കുന്നു. അവള് പോലും അറിയാതെ അവളെ ഇവിടുന്ന് പുറത്താക്കാൻ.
ഭഗവാനെ, ഇതും കൂട്ടി 39ാമത്തെ തട്ടുകടയാണ്. ഇവിടെയെങ്കിലും എനിക്ക് ജോലി ഉറപ്പാവണേ. ദോശ ഒന്ന് ശരിയാവും. ദോശ ശരിയാവണില്ലേ? ഇപ്പൊ എടുത്തുതരാം. ഒരു ദോശ പോലും ഉണ്ടാക്കാൻ അറിയാൻ ചൈനീസ് വന്നിരിക്കുന്നു. എനിക്ക് കണ്ണുകളുണ്ടോ? എവിടെ? ഒന്നെവിടെ? ഭാഗ്യം. ഇനി ഒന്നേതാ? അവിടെയും ഉണ്ട്. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഈ കപ്പ കൊണ്ട് എനിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയാവൂ. കപ്പ ദോശ. ചൈനക്കാർക്ക് കപ്പ ദോശ പ്രിയങ്കരം. എന്നാ നീ ചൈനക്കാർക്ക് ദോശ ഉണ്ടാക്കി കൊടുത്താൽ മതി. ശരി, അയ്യോ, അതിന് ചൈനക്കാരെ ഇതുവരെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. എന്തോന്നിത്? ഞാൻ ജസ്റ്റ് ഒന്ന് ഫേഷ്യൽ ചെയ്യാൻ പോയത്. അത് ഈ മുഖത്ത് ചെയ്തതിന്റെ ബാലൻസ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി തലയിലും കൂടെ തേച്ചു. ഓ, വയറ്റിലും ഫേഷ്യൽ ചെയ്തിരുന്നോ? അവിടെയും കുറച്ച് വെളുക്കാനുണ്ടായിരുന്നു. ആരെ കേറി പോരെന്ന് കേക്കൂല. അയ്യോ, ആര്? ഇവിടെ ആരുമില്ല. മാറിയില്ല അങ്ങോട്ട്. എന്നെ അനുഗ്രഹിക്കൂ. ഞാൻ പുഷ്പൻ, ഷാങ്ഹായി പുഷ്പൻ. ഓ, ചൈനവാ? അല്ല, ഷാങ്ഹായി. ഇതാരാ നിൽക്കുന്നേ? എനിക്ക് നല്ല പരിചയം. അതേ കണ്ണുകൾ, അതേ മൂക്കുകൾ, അതേ രൂപം. കണ്ണു മൂക്കൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. നീ ആര്? എന്തിനോട് വന്നത്? പറയാം. സാറിനറിയോ, ഒരിക്കൽ ഒരു പാതിരാത്രിയിൽ കോരിച്ചൊരിയണ മഴയത്ത് ഒരു കീറിയ നിക്കറിട്ടോണ്ട് ഞാൻ ഇവിടുത്തെ വാതിൽ വന്നു നാഞ്ഞു മുട്ടി. അപ്പൊ ഒരാള് വന്ന് എന്നോട് ചോദിച്ചു, നീ ആരാണ്? നിനക്കിപ്പോ എന്തിനു വേണമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ചോറ് വേണമെന്ന്. അപ്പൊ അവര് പറഞ്ഞു, എന്നെ അറിഞ്ഞൂടാന്ന്, അതുകൊണ്ട് നിനക്ക് ചോറില്ലാന്ന്. ഞാൻ തിരിച്ചു പോകാൻ നേരത്തെ ഒരു വലിയ മനുഷ്യൻ വന്ന് എന്നെ തട്ടിയിട്ട് ചോദിച്ചു, നീ ഇപ്പൊ എന്തായിരുന്നു ഇവിടെ വന്നെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ചോറ് വേണമെന്ന്. അപ്പൊ തന്നെ എനിക്ക് കുറച്ച് ചോറ് വിളമ്പി തന്നു. എന്റെ വാര് വലിച്ചുള്ള തീറ്റ കണ്ടപ്പോ എന്നോട് ചോദിച്ചു, നിന്റെ പേരെന്തരെന്ന്. ഞാൻ പറഞ്ഞു, പുഷ്പനെന്ന്. അപ്പൊ അയാൾ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ വെറും പുഷ്പനല്ല, മാണിക്യ പുഷ്പമാണെന്ന്. ഇത് രാജമാണിക്യത്തിലെ സീനല്ലേടേ. അപ്പൊ നിങ്ങളും ആ സിനിമ കണ്ടല്ലേ? കണ്ട. എന്നിട്ട് ആൾക്കാരൊക്കെ പറയണ പെണ്ണുങ്ങളൊന്നും സിനിമാ തിയേറ്ററിൽ പോലെന്ന് കണ്ടെങ്കിൽ മിണ്ടായിരിക്കും. അങ്ങനെ ഇവിടുത്തെ ഉപ്പും ചോറും തിന്നാണ് ഞാൻ വളർന്നു വലുതായത്. അതെന്ത് കൂട്ടാനൊന്നും ഇല്ലായിരുന്നു? ഇല്ല, കുറയ്ക്കാനേ ഉള്ളായിരുന്നു. മിണ്ടാതിരി. പിന്നീട് കറി വെച്ച് പഠിച്ചപ്പോ ഞാൻ ഷാങ്ഹായി പുഷ്പനായി. സർ, ഇത് നോക്കൂ, കണ്ടില്ലേ? ഇതാണ് എന്റെ ദൈവം. കീറിയ ചൈനീസ് നോട്ടുകെട്ടുകൾക്കിടയിലും ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്ന എന്റെ ദൈവം വീരമണി നായ്ക്കർ. ഹലോ പുഷ്പ ചേട്ടാ, എത്ര നാളായി കണ്ടിട്ട്. ചേട്ടാ, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുക്കാണ്. ചേട്ടന് വലിയ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. എന്റെ പ്രത്യേക ഐറ്റമായ ചൈനീസ് ഷിഷ്വാൻ ബീക്കിംഗ് ഡോക്ക് കഴിച്ചിട്ടുണ്ടോ? ഡോക്കെന്ന് പറഞ്ഞാൽ പോലും അറിയില്ലേ? ബ്ലാങ്കോഴി. ഡോക്ക് എന്താണെന്ന് പോലും അറിയാത്ത ഒരു കുക്ക്. അതാണ് പറഞ്ഞത്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത് എന്ന്. അതൊക്കെ പോട്ടെ മോനെ സൂര്യക്കുട്ട, നീ ആളാകെ മാറിപ്പോടാ. ഈ പുഷ്പട്ടനെ നീ മറന്നില്ലല്ലോടാ. എനിക്ക് സന്തോഷമാണ്. എന്റെ തപ്പിയൊക്കെ ബിരിയാണി എന്തായാലും നിന്നെ കൊണ്ടൊന്ന് ഞാൻ തീറ്റിക്കും. എന്തോ നോക്ക്. മതി. தாமரை, தம்பியை பார்த்தா பாவமா இருக்கு. தம்பி, அழாத. இல்ல, കുറച്ചുകൂടി കരഞ്ഞോട്ടെ. சரி சரி, உள்ள போய் கரஞ்சு. தம்பி, உள்ள கூட்டிட்டு போ. ആരുടെ അവൻ? ഈ ഡൊക്കിനും ബ്ലാങ്ക്ലോളിക്കും തമ്മിൽ എന്തരാണ് ബന്ധം? എടേ, എന്തിത്ര ഗൗരവ മുഖത്ത് കടന്നലുത്തിയ പോലെ. പൊതുവെ ഞാൻ ഒരല്പ ഗൗരവക്കാരനാ. അതുകൊണ്ടാണല്ലേ ഇവിടുന്ന് പറണ്ടി വിട്ടു കളഞ്ഞത്. ആരും എന്നെ പറഞ്ഞു വിട്ടതൊന്നുമല്ല. ചൈനയിൽ വെച്ച് നടന്ന ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അവരുടെ പ്രത്യേക ക്ഷണപ്രകാരം ഞാൻ പോയതാ. അറിയോ, ഞാൻ ചൈനയിൽ പേര് കേട്ട കുക്ക. ഉദ്ദേശം എത്ര പേര് കേട്ട് കാണും? അതെ, പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടും ഒരേ ജോലിയാ, പാചകം. പക്ഷേ നീ പാചകത്തെക്കാൾ നന്നായി വാചകം അടിച്ചും കൂറ കഞ്ഞി ഉണ്ടാക്കി പൊങ്കൽ എന്ന വ്യാജേന ആ മുതലാളിക്ക് കൊടുത്ത് നീ വീഴ്ത്തുകയും ചെയ്തു. എന്ന് വെച്ച് എന്റെ മക്കിട്ടുകാരൻ വന്നാലുണ്ടല്ലോ. വന്നാ നീ എന്ത് ചെയ്യും?
എടാ ചൈനീസ് കൊക്കെ, ഇതിനു മുമ്പ് ഞാൻ വേലക്ക് ചെയ്യുന്ന വീട്ടിലെ മൊയിലാളി എന്റെ അടുത്ത് കന്നന്തിരിവ് കാണിക്കാൻ വന്നപ്പം അടിച്ചയാളെ പല്ല് പറിച്ചവളാടി ഞാൻ. എന്നിട്ടാണ് നീ അതുകൊണ്ട് ഇന്ന് മുതൽ അടുക്കള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളൂ. നീ ഇതിനകത്ത് കിടന്ന് വരവല്ലേ, മനസ്സിലായാ? അവിടെ നിനക്ക് ഞാൻ ഒരു വേല വെച്ചിട്ടുണ്ട്. നീ ഈ വീട്ടിലുള്ള എല്ലാ ബാത്റൂമും കഴുകി വൃത്തിയാക്കണം. എന്നാ ഹാർപ്പിക്ക്. അയ്യോ, ഇതൊക്കെ വെച്ച് ബാത്റൂം കഴുകുന്ന നമ്മുടെ കൃഷ്ണകുമാർ അണ്ണനും തമിഴിൽ അബ്ബാസും അല്ലേ? അത് അവരവിടെ കഴുകിക്കോളൂ. ഇവിടുത്തെ ബാത്റൂം നീ കഴുകണം. മേലിലെ അടുക്കള പരിസരത്ത് എങ്ങും നിന്നെ കണ്ടുപോരുത്. വല്ലതും തിന്നാറാവുമ്പം എടാ പുഷ്പാന്ന് ഞാൻ വിളിക്കും. അപ്പൊ ബഹുമാനത്തോടെ തൊഴുതോണ്ട് വന്ന് തിന്നിട്ട് പോകണം. മനസ്സിലായോ? ചെല്ലേ. അല്ല ഞാൻ ഉരുവട്ടി എടുക്കാൻ ഇവരെ എത്രയും വേഗം ഒതുക്കിയില്ലെങ്കിൽ ഇനിയുള്ള എന്റെ ഓരോ നിമിഷങ്ങളും എനിക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കും. കാണിച്ചു തരാടി താടകേ. ആഹാ, നീ വീണ്ടും വന്നു. ആരോട് ചോദിച്ചിട്ടാണോ നീ ഇതിനകത്ത് കയറിയത്? ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ട് അതിനകത്ത് കയറിയത്. ഒന്ന് പോടെ അവിടുന്ന്. ചോദിക്കേണ്ടവരോട് ചോദിച്ചിട്ട് തന്നെ ഞാൻ ഇതിനകത്ത് കയറിയത്. എന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത് വിനായക സാറാണ്. വിനായക സാർ നിന്നെ ഇന്ന് ഇവിടുന്ന് കെട്ടിയെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് ഉത്തമൻ എന്നല്ല. എന്നാ പിന്നെ സമയങ്ങൾ എന്റെ എത്രയും പെട്ടെന്ന് പേര് മാറ്റിക്കോ. അത്യുത്തമ. ജോലിക്കാരിയെ കാറിലിട്ട് പീഡിപ്പിച്ചു. വേലക്കാരിയും കാറിനകത്തിട്ട് പീഡിപ്പിച്ചു. അപ്പൊ പുഷ്പ നിക്കണ പോണ നിക്കട്ടല്ലേ? അത്ര പാവൊന്നുമല്ല. അത് മനസ്സിലായില്ലല്ലേ? അതറിയണമെങ്കിൽ ഇന്ത്യ എന്തെന്നറിയണം. അത് തൊട്ടുനോക്കാനുള്ള നമ്മുടെ വീടിന്റെ പ്രമാണം എവിടെ? ചേട്ടൻ അന്വേഷിച്ചു. തന്റേതായ പ്രമാണങ്ങൾ ഉള്ളവനാണല്ലോ പ്രമാണി. പ്രമാണം എന്റെ ഉണ്ട്. വന്നല്ലോ. നീതു സൂര്യക്ക് ചന്ദനം കൂടാ. പെണ്ണെ കൈ കൊടുക്കാതെ നെറ്റിയിലിട്ടോടെ കെട്ടിയതല്ലേ? ഞാൻ കുളിച്ചില്ലല്ലോ. കുളിക്കണല്ലോ ഒന്നും കാര്യമല്ല. മനസ്സ് വൃത്തിയായിരുന്നാ മതി. ഇട്ടോട് ചേട്ടൻ നിൽക്കുന്നു. வெரி குட் வெரி குட். உத்தமன் சார், நான் கேட்ட டாக்குமெண்ட்ஸ் ரெடியாச்சா? പണിയാച്ച് പണല്ലേ സാർ, ഒരാഴ്ചത്തെ ടൈം വേണം. சீக்கிரம் ரெடி ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദേ ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്ത് കിട്ടി. ആദ്യത്തെ നിനക്കിരിക്കട്ടെ. നീ അല്ലേ ടീം ക്യാപ്റ്റൻ? വേണ്ട, ആദ്യത്തെ എന്റെ ചേട്ടനെ കൊടുക്ക. ഓ പ്രീതി, ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇതെന്റെ ചേട്ടൻ വിനായകൻ. ചേട്ടാ, ഇത് പ്രീതി, ഞങ്ങളുടെ ട്രൂപ്പിലെ സിംഗറാ. ഇവരൊക്കെ ഞങ്ങളുടെ ബാൻഡ് മെമ്പേഴ്സാ. ഞാൻ താമര, എവളെ ചാച്ചി. ഹലോ സർ, നാളെയാണ് കോമ്പറ്റീഷൻ. സർ തീർച്ചയായിട്ടും വരണം. Sure. Best of luck. നീ ഇതുവരെ റെഡിയായില്ലേ? നെക്സ്റ്റ് കോൾ നമ്മുടെയാ. ഞാൻ അവസാനത്തെ മിനിക്കോണി കഴിഞ്ഞ് നിൽക്കുക. നീ ഇങ്ങനെ മിനുക്കിക്കൊണ്ടിരുന്നു. ആ നീതുനെ നീനെ കാണാനില്ല. നീ ചുമ്മാ ടെൻഷൻ ആവാതെ, അവരിങ്ങെത്തും. ഓ, അല്ലെങ്കിൽ തന്നെ ആ എബിയല്ലേ ആള് വഴി കാണുന്ന മുഴുവൻ പള്ളിയിലും കേറിട്ടേ അവൻ വരുള്ളൂ. എന്ത് പറ്റടാ? ഞങ്ങൾ കാലത്ത് തന്നെ പുറപ്പെട്ടതാ. ഫാർമസി ജംഗ്ഷനിലെത്തിയപ്പോ ഒരു ജീപ്പ് ഞങ്ങളുടെ പുറകെ വന്നിടിച്ചു. ആരും മനഃപൂർവ്വം കരുതിക്കുട്ടി ചെയ്തതാ. ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ മ്യൂസിക് ബാൻഡിലെ ഡ്രമ്മർ
What you want? പാടാത്ത കുയിലിന്റെ കേൾക്കാത്ത പാട്ടോയോ. What you need? തോലെല്ലാ ചെന്നയ്ക്കോ താക്കോലോ. നൂലില്ല മാറിവിൽ നൂഞ്ഞാലോ. കൂട്ടില്ല കോട്ടതൻ താക്കോലോ. പൂക്കിട പാട്ടിലെ തെച്ചിലോ. കണ്ണിൽ ഈ കണ്ണിൽ മത്താപ്പൂത്തിരി. ആ ചുണ്ടിൽ ഈ ചുണ്ടിൽ മോഹപ്പുഞ്ചിരി. Best of luck, dead of Yo, what you think? Fugor mamana panda camino yo. What you learn? Ilokam tuda takamalino. Eginum tegutem chambutam. Ashayal vashiyal munnetam. Enenam kekal samanam. Hakannil, ikannil, matta pudiri. Achundil, ichundil, mohapunjiri. Kutakil, padanai, oro sundari. Inakil, nikale, pannil kinnari. Best of luck, dead of dawn. Best of luck, dead of dawn. Cholla punnare, checca chingare, motto motto due punnare punnare. Give me a B, give me an E, give me a B-E-S-T. Give me an O, give me an F, give me an L-U-C. അന്തി പെണ്ണിന്റെ വിണ്ടൂരക്കുട മറിഞ്ഞേ. മെല്ലെ പകലിന്റെ വിളയാട്ട വിളക്കണഞ്ഞേ. അമ്പിളി പൂക്കൊടി വന്നാട്ടെ, പാട്ടുമീ ഓണവും കണ്ടാട്ടെ, വിണ്ണിലെ വീണയും കണ്ണാട്ടെ, ഈ ഘോഷം ആഘോഷം കൊണ്ടാടാം. ഇവിടെ ആരുമില്ലടാ. ഇറങ്ങി വാടാ ചെറ്റകളെ. ദാ ഭ്രാന്തൻ വിനായക, തെണ്ടി സൂര്യ, ദാ പരമ തെണ്ടി മനു. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഈ ബാസിയോടിന് വേണ്ടി ഞാനാണ് വെല്ലുവിളിക്കുന്നത്. അമ്മണിക്കുട്ടൻ രണ്ടിലൊന്ന് ഇപ്പൊ അറിയണം. മുതലേ പലിശ, പലിശക്ക് പലിശ. ഇത്രയും ഇന്ന് ഇപ്പൊ തരുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ രണ്ടിന് തല കാണില്ല. മുതലാളുടെ കയ്യില് ഉണ്ട രണ്ടെണ്ണമാ. ഒന്ന് നിനക്കും പിന്നെ ഒന്ന് നിനക്കും. എന്റെ പുറകിൽ നിൽക്കുന്ന ആൾ നിസാരക്കാരനല്ല. അന്തം വിട്ടാൽ എന്തും ചെയ്യും. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കാൻ നന്നായിരിക്കും. ഇനിയൊന്നും തിരിഞ്ഞു നോക്കാനില്ല. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കുന്ന പ്രശ്നമേ ഇല്ല. കാല് പിന്നോട്ട് വെക്കണ്ട, തല പിന്നോട്ട് തിരിച്ചാ മതി. വാസിയണ്ട, ഒന്നുകൊണ്ട് ധൈര്യപ്പെടണ്ട. വെച്ചോ വെടി.
വെക്കുന്നതിന് മുമ്പ് പുറകിലോട്ടൊന്ന് നോക്കിയേ. എടാ പൊട്ടാ, പുറകിലോട്ട് നോക്കി ആരും വെടിവെക്കാറില്ല, മുമ്പിലോട്ട് നോക്കിയേ വെടിവെക്കാറുള്ളൂ. എന്നാലേ ലക്ഷ്യത്തിലെത്തൂ. എന്നാൽ സ്ഥാനം ഏതാണ്ട് ഉറപ്പായി. അണ്ണനൊന്ന് പുറകിലോട്ട് നോക്കിയേ. പുറകിലൊന്നും കാണാനില്ലല്ലോ. എന്റെ പുറകിലല്ല, അണ്ണന്റെ പുറകില് ഒരു മുതല. പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശ എല്ലാം കിട്ടുന്ന ലക്ഷണമാ. അണ്ണനൊന്ന് തിരിഞ്ഞു നോക്കിയേ. അടുത്തേക്ക് വരരുത്, ഒന്നോളയും ഞാൻ. പറഞ്ഞാ കേക്കാത്ത എന്താ? അടുത്തേക്ക് വരരുതല്ലേ പറഞ്ഞത്? വയ്ക്കടാ, വയ്ക്കും, വയ്ക്കടാ വെടി, വയ്ക്കും, വയ്ക്കടാ വെടി. വച്ചു. சரி அழாத, நீ பைத்தியக்காரனா இருக்கிறதால உன்னை விடுறேன். ஏய் மனு, டீ எடுத்துட்டு வா போ. சரி வா. ஏய் வா. ஓகே. ஓய், ஒரு ஸ்பூன் போதுமா? സ്പൂൺ ഒന്ന് മതി, പക്ഷെ പഞ്ചസാര 2 പ്രാവശ്യം ഇടണം. சைக்கிக்கா இருந்தாலும் நல்ல ஹியூமர் சென்ஸ். 1 2. നല്ലൊരു മനുഷ്യന് കണ്ടാ പറയുമോ വട്ടാണെന്ന്? வாசி, மகாபாரதத்துல ஒரு முக்கியமான வார்த்தை இருக்கு. நடந்ததெல்லாம் நல்லதுக்கு, இனிமே நடக்க போறதும் நல்லதுக்கு. വാർത്തയായാലും കൊള്ളാം, ന്യൂസ് ആയാലും കൊള്ളാം, ഇതൊക്കെ ഞാനും കുറെ കേട്ടിട്ടുള്ളതാ. സംഭവിച്ചെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. എന്താണ് കറക്റ്റ്? സംഭവിച്ച ആർക്ക് നല്ലതിന്? എനിക്കോ എന്റെ ഈ മൂക്ക് പോയതിനോ? ഇതിനപ്പുറം ഇനി എന്തോന്ന് സംഭവിക്കാൻ? கோச்சுக்காம கேளுங்க. நேத்து வரைக்கும் நமக்கு சொந்தமா இருந்தோம்னா நாளைக்கு மத்தவங்களுக்கு சொந்தமாயிடலாம் இல்லையா? പറഞ്ഞത് കറക്റ്റ്. ഇന്നലെ വരെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് നാളെ മറ്റാരുടേതെങ്കിലും ആകാം. അതായത് ഇന്നലെ വരെ ഈ വീട് നിങ്ങളുടേതായിരുന്നു, ഇന്ന് മുതൽ അത് എന്റേതാകുന്നു. നല്ല കാശ് കിട്ടിയാലേ വല്ല ഗൾഫുകാർക്കോ റിയൽ എസ്റ്റേറ്റുകാർക്കോ ഞാനിത് മറിച്ചു കൊടുക്കും. അപ്പൊ അത് അവരുടേതാവും. അത് മാത്രം മഹാഭാരതത്തിൽ പറഞ്ഞിട്ടില്ല. இன்னைக்கு இவன் மருந்து சாப்பிடலையா? മരുന്നിന്റെ അച്ഛനോണ്ട് കൊടുക്കും. സാധനം ഇറക്കി വെക്കട്ടെ. ഇങ്ങനെയുള്ളതാണ് ഭ്രാന്തന്മാര്. പിടിച്ചിരുന്ന് സൽക്കരിക്കുക, ഭൂമിയിലിടിക്കുക, ചായ തരിക. സംസ്കാരം ഇല്ലാത്ത വർഗങ്ങൾ. കൗബോയി പോയി വണ്ടിയാ കയറാ. ഏത് നേരത്താണാവോ ആ സാധനത്തിന് പിടിച്ചിവിടെ സെർവന്റ് ആക്കി വെക്കാൻ തോന്നിയത്? എന്തൊക്കെ പുകില അവരിവിടെ ഒപ്പിക്കുന്നേ. അശോകവനിയിലെ സീതയും ചിന്താവിഷ്ടയായ ശ്യാമളയും ഇപ്പൊ ശരിയാക്കി തരാം. എന്തു പറ്റി എന്റെ പിള്ളേരെ? എനിക്ക് മനസ്സിലായി, താമരയല്ലേ നിങ്ങളുടെ പ്രശ്നം. ഇങ്ങനെ പോയാൽ അവള് നിങ്ങളെ ചവിട്ടി പുറത്താക്കുന്ന ദിവസം ഉടനെ ഇങ്ങെത്തും. എവിടെ പോയി നിങ്ങളുടെ ലവേഴ്സ്? അവന്മാരാ എല്ലാം ഒപ്പിക്കുന്നത്. അവര് മന്ദബുദ്ധികളാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ വിഷമിക്കണ്ട, ഇത്തരം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ പറ്റിയ ചില തറ പരിപാടികൾ എന്റെ കൈവശമുണ്ട്. അതിന് ഇച്ചിരി ചില്ലറ ചെലവാക്കേണ്ടി വരും. അതൊക്കെ ചെലവാക്കാം, എന്നിട്ട് നടന്നില്ലെങ്കിലോ? നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? പാചകം മാത്രമല്ല, പല പരിപാടികളും എനിക്കറിയാം. ഒരു 500 രൂപ എടുക്ക്, ഐശ്വര്യമായിട്ട് എന്റെ കയ്യിലേക്ക് വെച്ച് തരൂ. താന്നേ. അയ്യോ, നിങ്ങളെ പോലെ തന്നെ എന്നെ ഒരിക്കലും വിശ്വസിക്കണ്ട. തരൂ. ഭഗവാനെ, ഇതാണോ 500 രൂപ? ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. വ്യക്തമായ പ്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ താമരയെ പിടിച്ച് ഈ വീടിന്റെ കോമ്പൗണ്ടിന്റെ പുറത്തെറിയുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ലെങ്കിൽ ഞാൻ ഈ കോമ്പൗണ്ടിന്റെ പുറത്ത് കടന്നിരിക്കും. ഓക്കേ? 10 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് മണി 10 ആയി. നാശങ്ങൾ ഇത് എവിടെ പോയി കിടക്കണമെന്ന്. വ്ളാത്താങ്കര രമണി. നല്ല ശകുന. കൊല്ലങ്കാവിലീല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ പോകുന്നത് വിനായക നായ്ക്കരുടെ ബംഗ്ലാവിലേക്കാണ്. ഏത് വിധേനയും ആ താമരയെ പുകച്ച് പുറത്ത് ചാടിക്കണം. ഞാൻ പറഞ്ഞു തന്നപോലെ രണ്ടുപേരും അഭിനയിച്ചാൽ മാത്രം മതി. ഞങ്ങൾ അഭിനയൊന്നും പഠിപ്പിക്കണ്ട. 12ാം വയസ്സിൽ നാടകമൊന്നും പറഞ്ഞിറങ്ങിയതാ ഞങ്ങള്. അതുകൊണ്ടൊരു ജീവിതം ഉണ്ടായില്ലേ. ഒന്ന് നിർത്തിക്കേ. വാ, നിങ്ങളുടെ ദേശീയ വാഹനത്തിലേക്ക് കയറിയാട്ടെ.
ടച്ച് ചെയ്യരുതേ പറയും ഇവനെ ഇന്ന് ഞാൻ ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് മടിയിലാണ് സാർ. ഹെൽമെറ്റ് തലയിൽ വെക്കാനുള്ളതാണ്, അല്ലാണ്ട് മടിയിൽ വെക്കാനുള്ളതല്ല. എന്താ നിങ്ങളുടെ പേര്? മീന. എന്താ ഇതിന്റെ അകത്ത്? മീന. മറ്റൊരു നിലയ്ക്ക് ക്ഷണം പറ്റാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് ഇട്ടിരിക്കുക. ഒരു 200 രൂപ ഫൈൻ അടക്കണം. ഈയിടെ ഒരു ഫോട്ടോ എടുക്കണോ, നാളത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വരണം. ഹെൽമെറ്റ് വേട്ടയിൽ SI സുഗുണന് റെക്കോർഡ്. പോലീസ് നിർത്ത് അവിടെ SI ക്കുന്നു. ഞാൻ അങ്ങോട്ട് മാറിയേക്കാം, നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി. എടാ പുഷ്പ, ഇന്ന് ഞാൻ നിന്റെ കള്ളി വിളിച്ചേക്കാം. നീ മുങ്ങൂന്ന് എനിക്കറിയാം. എങ്ങനെ ഇരിപ്പുണ്ടോ? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പുഷ്പനോടെ അങ്ങോട്ട് പോയി. ഇവിടെ ഓഹോ, അപ്പൊ സ്ത്രീകളുമായിട്ടുള്ള നിന്റെ ചുറ്റിക്കളി ഇതുവരെ അവസാനിപ്പിച്ചില്ലല്ലേ? ഇങ്ങോട്ട് ഇറങ്ങണം. ഇങ്ങോട്ട് ഇറങ്ങടി. ഓ അങ്ങനെ അങ്ങ് പോകുന്നണ്ണ. ഓ അണ്ണൻ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. എടുത്തോളൂ. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ സാറേ. ഞാനല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, ഫോട്ടോന്റെ ഫ്രെയിമിന് വേണ്ടിയാ. ഒന്ന് നിൽക്ക്, നോക്കി കണ്ട് ഫോട്ടോ എടുക്കണോ. നാളത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വരണം. Irresponsible idiot. Hey Surya, உத்தமனை விളിச்சிருந்தோம். இல்லடா. நாளைக்கு ஈவினிங் 5 மணிக்கு நான் ஊருக்கு கிளம்பணும். அதுக்கு முன்னாடி அக்கவுண்ட்ஸ் டாக்குமெண்ட்ஸ் எல்லாம் உன் பேருக்கு ட்ரான்ஸ்ஃபர் பண்ணணும். அந்த உத்தமன் எங்கயா போனா? അയ്യോ നാളെ പെയ്യാലും ഉടനെ ഇങ്ങ് വരുവല്ല. ഇത്ര ധൃതി എന്തരനെ പയ്യ മതി അല്ലേ പി? അതില്ല തവറ, நான் போனா வரதுக்கு 3 மாசம் ஆகும். அதனால சூர்யாவோட விஷயத்தெல்லாம் இமிடியேட்டா செட்டில் பண்ணணும். അയ്യോ അത്ര ശീഘ്രം സെറ്റ് ആവണ്ടേട്ടാ. ഞങ്ങളുടെ നീതുവിനുള്ള എല്ലാ പണവും ഞങ്ങളുടെ ഡാഡി കരുതി വെച്ചിട്ടുണ്ട്. ചേട്ടാ ഞങ്ങൾക്ക് പണമല്ല ഏട്ടാ പ്രധാനം, സ്നേഹം തന്നെ പ്രധാനം അല്ലേ പി? വളരെ അത് മാത്രമല്ല ഡാഡി ഒരല്പം ദേഷ്യത്തിലാണ്. ഞാൻ വേണോ ഒന്ന് തണുപ്പിക്കാൻ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡാഡിയുടെ സാന്നിധ്യം എന്തായാലും വേണം. അതല്ലേ എന്റെ ശരി? கண்டிப்பா அப்படிதான் செய்யணும். நீத்து உங்க அப்பாவை சீக்கிரம் வர சொல்லுங்க, நானும் உடனே கிளம்பணும். ஏன்னா டே ஆஃப்டர் டுமாரோ இஸ் மை பர்த்டே. அங்க எல்லாரும் காத்துக்கிட்டு இருப்பாங்க. മൈ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. താങ്ക് യു തമ്പി. ജന്മദിനം ഇവിടെ വെച്ച് തന്നെ ആഘോഷിച്ചാ പോരെ? ചേട്ടാ, സൂര്യയുടെ നീതുവിന്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ചേട്ടന്റെ ആദ്യത്തെ ജന്മദിനമാണ്. അത് നമുക്ക് എല്ലാരും കൂടെ വേഷായിട്ട് ആഘോഷിക്കട്ടെ. പിള്ളേരെ നിങ്ങൾ എന്തൊരു പറയണ്? ചേട്ടന്റെ ഇഷ്ടം പോലെ ആവട്ടെ. சரி, டிக்கெட்டை கேன்சல் பண்ணிட்டு 1 வீக் ஜாலியா இருந்துட்டு போறேன். ஓகே? അയ്യോ 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 പിള്ളേരുടെ മൊത്തം എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. നമുക്ക് നമ്മുടെ ചേട്ടന്റെ ജന്മദിനം ഓണം പോലെ ആഘോഷിക്കാം. ചേട്ടാ 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 ചേട്ടാ. തങ്കത്തമിഴ് സൂര്യനുക്ക് തിരുനാള് ചിന്ന കുഴൽ ഊതിക്കുയിൽ ഇസൈ പാടം വാൻമേഘമേ செம்பலிலே சாரல் போடு கோவை மல்லி பூவே வந்து பாதை மூடு. வைகாசி திங்கள் சேர்ந்தோம் கனக பிருந்தாவனம் பூவிடும் காலுமாய் பிரணய சௌகந்திகம் பூவிடும் நேருமாய் மனசே நீயரும் பாடான் நல்லொரு பாட்டின் பல்லவி கனக பிருந்தாவனம்
ശ്രുതി ചേരുമ്പോൾ ചേരുമ്പോൾ ആകാശത്തിങ്ങൾ ചേരുമ്പോൾ Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. കരുമാരിയമ്മൻ കോയിൽ മുറ്റത്തു നീയും പോരില്ല കനവിന്റെ പൊന്നൂനൂലിൽ കനകാംബരങ്ങൾ തുന്നി കല്യാണമാല്യം ചാർത്തില്ലേ നിമിഷം തരുമോ തിരുമധുരം പറയൂ എൻ കാതിൽ സമ്മതം കാറ്റായി നീ നാണിടുമോ ഇന്നെന്റെ മോഹം പോലെ മഴക്കൊടി മണിമല്ലക്കി പാട്ടിന്നു ശ്രുതി ചേരുമ്പോൾ വരൂ ഡാഡി ഉള്ളിലോട്ട്. ഇതാ എന്റെ ഡാഡി. வணக்கம், என் பேர் விநாயகம். நான் தான் சூர்யா அண்ணே. I am a Menon. MK Menon. ரொம்ப சந்தோஷம், உட்காருங்க. ഞാൻ ഇവിടെ നിന്നോളാം. സത്യത്തിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. ഇവളെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. തലയിൽ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തറയിൽ വെച്ചാൽ പേനരിച്ചാലോ അങ്ങനെയാണ് ഞാൻ ഇവളെ വളർത്തിയത്. எல்லாம் போயிலே எல்லாம். மை காட். மேனன் சார், நீத்தும் சூர்யாவும் காதலிச்சு கல்யாணம் பண்ணிக்கிட்டது எனக்கு ரொம்ப நாளைக்கு அப்புறம் தான் தெரியும். கடவுளா பார்த்து அவங்க ரெண்டு பேரும் சேர்த்து வச்சதை நாம பிரிக்க கூடாது. ഓഹോ, അപ്പോ നിങ്ങളും ഇതിനൊക്കെ സപ്പോർട്ടാണല്ലേ മിസ്റ്റർ വിനായകൻ? ഷെയിം ഷെയിം പപ്പി ഷെയിം. ഏയ് നോ നോ മിസ്റ്റർ മേനൻ. അങ്കിൾ ഇവനെ അനുഗ്രഹിക്കണം. സൂര്യ നല്ലവനാണ്. നീതുവിനെ പൊന്നു പോലെ നോക്കിക്കോളും. ഇതൊക്കെ പറയാൻ ഹൂ ആർ യു? എന്റെ ഫ്രണ്ടാണ് മനു. ഫ്രണ്ട് ആയാലും കൊള്ളാം, ബാക്ക് ആയാലും കൊള്ളാം. മുതിർന്നവർ സംസാരിക്കുന്നതിൽ തലയിടരുത്. അണ്ടർസ്റ്റാൻഡ്? സോറി സർ. അങ്കിൾ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? സോറി, പകൽ സമയങ്ങളിൽ ഞാൻ കഴിക്കാറില്ല. വൈകിട്ടെന്താണ് പരിപാടി? മോളെ നീതു, ഇതേതാണ് ഈ കഥാപാത്രം? ഇതെന്റെ ഫ്രണ്ടാ ഡാഡി, ദിയ. ഓഹോ, അതെന്താ ഫ്രണ്ട്സിന്റെ സംസ്ഥാന സമ്മേളനമോ? മിസ്റ്റർ വിനായകൻ, എനിക്കാണെങ്കിൽ നിന്ന് തിരിയാൻ സമയമില്ല. വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ മലേഷ്യക്ക് തിരിച്ചു പോകണം. കോടികളുടെ ബിസിനസ് അല്ലേ, കണ്ണൊന്ന് തെറ്റിയാൽ ചക്ക കുഴയുന്നത് പോലെ കുഴയും. അതുകൊണ്ട് മിസ്റ്റർ വിനായകൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. சார், நான் சொல்றது கொஞ்சம் கேளுங்க. என் கூட பிறந்தவங்க எனக்கு யாரும் இல்ல, சூர்யா மட்டும்தான். எங்க அப்பாவுக்கு இங்க கேரளால நிறைய சொத்து இருக்கு. அது எல்லாத்தையும் சூர்யா பேர்ல எழுதி வைக்கணும். அதுக்கு உங்க பிரசன்ஸ் വേണം. ആർക്കും നിങ്ങളുടെ സ്വത്തും പണവുമില്ല. ഒരു 10 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഈ മേനോൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്.
ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം, ഇത് നീയായി നിന്റെ പാടായി. എനിക്ക് ഇങ്ങനെ ഒരു മകൾ ഇല്ല. என்ன சார் தாமரை இங்க வா. தாமரை உன் டாடி கிட்ட நீயே சொல்லு. ഡാഡി നിങ്ങളുടെ നീതുണ്ട് തൊലഞ്ഞു. ഇവളിത് കുളവാക്കുന്ന തോന്നുന്നു. ഡാഡി പോലും ഡാഡി. പണത്തെ അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു മനുഷ്യനാണോ? പറയൂ ഡാഡി. Tell me daddy, tell me please, tell me the truth. Oh my god, നിങ്ങൾ കാരണം എന്റെ ജീവിതം പോയി. ഞാൻ ഇഷ്ടപ്പെട്ട ആളിനെ വിവാഹം ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചതല്ലേ. നീതുവിന് ആ ഗതി ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവളോടൊപ്പം നിന്നത്. അല്ലേ മോളെ? അയ്യോ, മകളാണെന്ന് പറയാൻ പോലും ഡാഡിക്ക് വെറുപ്പാണല്ലേ. എനിക്കൊരൊറ്റ മകളേ ഉള്ളൂ, നീതു അല്ലേ? എന്റെ തലയിൽ കൈവച്ച് സത്യം പറയൂ ഡാഡി, ഞാൻ നിങ്ങളുടെ മകളല്ലാന്ന്. അല്ല അല്ല അല്ല. അയ്യോ ഡാഡി, വൃത്തികെട്ട ജന്തു. ഏതാടാ ഈ കഥാപാത്രം? എന്നോട് ഈ കാര്യം നീ പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ നീതുന്റെ ചേച്ചി. നീ തന്നെ സ്ക്രിപ്റ്റ്. ഇതിൽ സൂര്യ, നീതു, മനു, വിനായകൻ, പിന്നെ ഞാനും. ഇത്രയും പേരുടെ ഡയലോഗേ ഇതിനകത്തുള്ളൂ. ഒരു കാര്യം പറയട്ടെ. വേണ്ട, നീ ഒരു പുല്ലും പറയണ്ട. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ പറ്റില്ല എന്ന്. പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമാണല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ നാടകത്തിന് കൂട്ടുന്നത്. ഓ, 2 ദിവസം ഉറക്കമൊഴിഞ്ഞ ഈ ഡയലോഗുകൾ മുഴുവൻ ഞാൻ കാണാതെ പഠിച്ചത്. നീ ഒരൊറ്റ ഒരുത്തി കാരണം അതെല്ലാം നശിപ്പിച്ചു. ഈ കുഴുത്തുറപ്പിന്റെ അഭിനയ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമായത്. நாடகம் ஆடுறீங்களா? என்ன ஏமாத்தலான்னு பாக்குறீங்களா? സോറി ഏട്ടാ. ஏய் சூர்யா, damn cheap behavior. അയ്യേ, എവിടുന്ന് കിട്ടി ഈ കൂറ നാടകക്കാരൻ കളവനെ? എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണി പോലെ ഡയലോഗ് അച്ഛന്മാരെ കൊണ്ടുവരുന്നല്ലേ. കളവ ഒറ്റ ഇടി വെച്ചെന്നല്ല. 3 പ്രാവശ്യം സുന്ദരേശൻ പിള്ള മെമ്മോറിയൽ അവാർഡ് വാങ്ങിയവനായി ഈ കുളുത്തറ പൊന്നപ്പൻ. അതാണ് സുന്ദരേശൻ പിള്ള. സുന്ദരേശൻ പിള്ള നിന്റെ അമ്മായി അപ്പൻ. സീസി അടിച്ച് കയ്യാറായ കളവൻ കടന്ന് ഇളവല്ലേ. കളവ ചെങ്കച്ചൂടെ ശശിയെ കൊണ്ട് ഞാൻ ഇടിപ്പിക്കാൻ നോക്കിക്കോ. എന്നെ ഇടിപ്പിച്ചാൽ കുളുത്തുറയിലെ നാടകക്കാരെ മുഴുവൻ ഇളകി വന്ന് നിന്നെ കുത്തി കൊല്ലും. അത്രക്കായ കാവറക്കി കളവ. അല്ല പിന്നെ 3000 രൂപയ്ക്ക് ഇതൊക്കെ മതി. 1500 രൂപ വണ്ടി വാടക, 500 രൂപ ഈ കുന്തം, ബാക്കി 1000 രൂപയ്ക്ക് ഇത്രയൊക്കെ പറ്റൂ. ഒരു കോട്ട് ലാഭം. ഗുഡ് ബൈ. കൈവിട്ട് പോയടാ. ഗുഡ് നൈറ്റ്. പിഴിഞ്ഞെടുക്കണ പോലെ മോന്തിട്ടുണ്ടല്ലേ. പിന്നെ എന്താ ഇങ്ങനെ തൂക്കി തട്ടി ഇവിടെ ഇരിക്കണേ? പോയി കിടപ്പോ. എഴിച്ചു പോടേ. നിന്നെ ഈ വീട്ടിൽ കയറ്റുന്ന ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരൻ. അതെല്ലാം എങ്ങനെയൊക്കെ കറങ്ങാൻ ശ്രമിക്കുമ്പോ അതെല്ലാം കൂടെ കൊണ്ട് നീ മൊത്തത്തിൽ നശിപ്പിച്ചു. എനിക്കൊന്നുമില്ല, ആരുമില്ല, സ്വന്തമായി വീടില്ല, പണമില്ല. ഒരു നല്ല ഷർട്ട് ഇടണമെങ്കിൽ, ഒന്ന് മുടി വെട്ടണമെങ്കിൽ മിസ്റ്റർ വിനായകൻ കഴിയണം. ഈ കാണുന്ന സ്വത്തുക്കളല്ല എനിക്കൂടി അവകാശപ്പെട്ടതാ. അത് അയാൾ ദാനമായി എനിക്ക് എഴുതി തരുമൊന്നും വേണ്ട. അത് വാങ്ങിച്ചെടുക്കാൻ എനിക്കറിയാം. നോക്കെ, അതിന് നീ ഇടങ്കോലിടരുത് പ്ലീസ്. നിനക്ക് നക്കാപ്പിച്ച വില വേണം പറ, അത് ഞാൻ തരാം. ആർക്ക് വേണ്ടടാ നിന്റെ നക്കാപ്പിച്ച കാശ്? നിനക്ക് സ്നേഹം പണത്തിലൂടെ മാത്രമേ ഉള്ളെന്ന് എനിക്ക് മനസ്സിലായി. സൂര്യ, നിന്റെ കുടുംബം സൂര്യ ജോലിക്കാരി നീ ആരടി? സാറെന്ന് വിളിക്കടി. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടയാണെന്ന് വിചാരിക്കല്ലേ സാറേ. നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടനോട് സ്നേഹമില്ലാന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ ചേട്ടന് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. അമ്മയാണ്. ചേട്ടനാണ് പോലും ചേട്ടൻ. എനിക്ക് അയാളോട് സ്നേഹമില്ല എന്നുള്ള സത്യം. എനിക്ക് പണത്തോട് വരാ സ്നേഹം. കാരണം അയാൾ എന്നെ സ്നേഹിച്ചിട്ടൊന്നുമില്ല.
താമരേ അയ്യോ സൂര്യ എങ്ങ എണീച്ചില്ലേട്ടാ ഇന്നലെ രാത്രി കിടന്നപ്പോ ഒരുപാട് താമസിച്ചു പോയി വിളിക്കട്ടാ ஹேய் வேணாம் காலையில 10 மணிக்கு கம்பெனி கெஸ்ட் ஹவுஸ்ல ரெஜிஸ்டர் பண்ணணும் சூர்யா அங்க வந்துட சொல்லுங்க ஓஹோ அப்புறம் நீத்து தியா மனு எல்லாரையும் வர சொல்லுங்க தாமரை நீயும் வா ഗുഡ് മോർണിംഗ് ഓ രാവിലെ തന്നെ തിരുമോന്ത് കാണിക്കാൻ വന്നോ? ഇന്നലെ കിട്ടിയൊന്നും പോരെ? ഞാൻ മനു സാറിനെ വിളിക്കാൻ വന്നല്ല, ആ സാറിനെ വിളിക്കാൻ വന്നാണ്. ഓ സാറോ? വിവരം വെച്ച് വരുന്നുണ്ട് കേട്ടോ. തന്നെ സാറേ, ഇപ്പോഴാണ് എനിക്ക് വിവരം വെച്ചത്. 8 വയസ്സ് മുതൽ പലരുടെയും വടക്കേപ്പുറത്ത് പാത്രങ്ങൾ കഴുകണതും തൂക്കണതും തുടയ്ക്കണതും ഇതൊക്കെ തന്നെ ജോലി. സത്യമായിട്ട് ഇവിടെ കയറി വന്ന് നിങ്ങളെയൊക്കെ കണ്ടിനെ ചേച്ചി ഇത് വിളിച്ചപ്പോ നമ്മുടെ ഇളയത്തിങ്ങൾ പിള്ളേരല്ലേന്നും പറഞ്ഞ് സ്വപ്പ ഓവറായപ്പോ അമ്മയാണ് ഉള്ളതാണ് ഞാൻ സമ്മതിക്കുന്നത്. പക്ഷെ അത് വെറും കായൊക്കെ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലേ അയ്യേ സത്യമായിട്ടും ഇപ്പൊ എന്നെക്കാളും കായൊക്കെ ആവശ്യം നിങ്ങൾക്ക് തന്നെ. അതുകൊണ്ട് എന്റെ ശമ്പളം കൂടെ നിങ്ങൾ കണക്കിൽ എഴുതി വാങ്ങിച്ചാളി സാറേ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ, ഇന്നലെ നിങ്ങൾ 1-2 വർത്താനങ്ങൾ പറഞ്ഞ് എനിക്ക് അമ്മയാണ് എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. പിന്നെ എടാ നീ വിഷമിക്കണ്ട, ഒരു ശല്യം ഒഴിഞ്ഞു പോയെന്ന് കരുതിയാ മതി. ശല്യൊന്നും അല്ല മനസ്സാറേ, സാറിന്റെ കുണ്ടണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. പക്ഷെ ഈ വിളവുകളുണ്ടല്ലേ അതയ്യം. അയ്യോ ഞാൻ പറയാമെന്ന കാര്യം വിട്ടുപോയല്ലേ, നിങ്ങൾ അണ്ണയും പെട്ടിയും പ്രമാണമൊക്കെ എടുത്തോണ്ടാ പോയിരിക്കണം. വല്ലതൊക്കെ എഴുതി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വേഗം പോയി വാങ്ങിച്ചോളി. അയ്യോ എവിടെയെന്ന് പറഞ്ഞത് ഗസ്റ്റ് ഹൗസിൽ. പിന്നെ തിരിച്ചു വരുമ്പം ഈ ശല്യം ഇവിടെ കാണൂല. നമ്മൾ പോണന്റെ അപ്പി ദിയ മേഡത്തിന്റെ അടുത്തും നീതു മേഡത്തിന്റെ അടുത്തും ഇപ്പൊ എന്റെ അടുത്ത് ദേഷ്യമൊന്നും തോന്നരുതെന്ന് പറയണം. രണ്ടുപേരും നല്ല ഉറക്കം, അതുകൊണ്ടാണ് ശല്യപ്പെടുത്താത്ത കേട്ടാ. എന്നാ അപ്പൊ പറഞ്ഞ പോലെ സാറേ. ശരി, ഗസ്റ്റ് ഹൗസിലേക്ക് പോണോടാ. അങ്ങനെ ഫേസ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോഴാ പിന്നെ പോവാതെ പോണം, പോയേ പറ്റൂ. അവസാനമായിട്ടൊരു ട്വിസ്റ്റ് ഭാസിയുടെ രൂപത്തിൽ. ഡു ഓർ ഡൈ. வாங்க வாங்க ஷார்ப் 10 o'clock. பரவாயில்லையே, வெரி குட். சென்னையில் அர்ஜென்ட்டா எனக்கு ஒரு வேலை இருக்கு. இன்னைக்கு ஈவினிங் ஃப்ளைட்லேயே கிளம்புறேன். அதனால முதல்ல இந்த வீட்டு விஷயத்தை முடிச்சிருவோம். போனா வரதுக்கு 1 மாசம் ஆகும். ஹேய் சூர்யா, கொஞ்ச நாள் உன் கூட சிரிச்சு சந்தோஷமா இருந்து எல்லாம் மறந்து போச்சு. எந்த ஜோலி மறந்து போய். விஷயத்துக்கு வருவோம். எங்க இந்த ரெஜிஸ்டர் வர சொன்ன காணோம். ஃபோன் பண்ணி பார்ப்போம். ஹலோ சார், டைம் என்னாச்சு? சீக்கிரம் வாங்க, எல்லாரும் வந்துட்டாங்க. சூர்யா, அந்த உத்தமன்ட்ட கொடுத்த இந்த வீட்டோட டாக்குமெண்ட்ஸ் எப்படியோ மிஸ் ஆயிடுச்சு. யூ டோன்ட் வரி, I'll give you a power of attorney. சூர்யா, நம்ம அப்பா கிட்ட பரம்பரை சொத்து நிறைய இருக்கு. கேரளால பங்களா கெஸ்ட் ஹவுஸ் மட்டும் இல்ல, நிறைய ப்ராப்பர்ட்டிஸ் இருக்கு. பேங்க் பேலன்ஸ் 2,63 lakhs இருக்குன்னு நினைக்கிறேன். ஓகே. രാഹുലം കഴിഞ്ഞില്ലല്ലോ നോക്കണം, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തൊരു ധൃതി. പതുക്കെ മതിയല്ലേ അല്ലേ പിള്ളേരെ? അത് മാത്രല്ല, വസ്തുവിന്റെ പ്രമാണങ്ങൾ കാണാനില്ലെന്ന് ഉത്തമം വക്കീൽ പറഞ്ഞത് വല്ല വാസ്തവം ഉണ്ടോന്ന് അറിയണല്ലേ. ഇനി വല്ലരെയും കൊടുത്ത് പണയം വെച്ചിട്ടുണ്ടാ യാത് അല്ലേ? பாரு, எனக்கு அதெல்லாம் தெரியாது. ஜோஷியர் இன்னைக்கு நல்ல நாள் நல்ல நேரம் சொல்லியிருக்காரு, அதனால தான் நான் கையெழுத்து போடுறேன். நிக்கறேன், அதிர்தி வைக்கலண்ணா, இப்ப வேண்டாண்ணா. ஏய் தாமரை, எனக்கு நல்லது கெட்டதெல்லாம் தெரியும், கொஞ்சம் சும்மா இருக்கியா? அண்ணா நிக்கேண்ணா, நான் പറയണ കാര്യം കുറച്ച് കേക്കി അറിഞ്ഞൂടാ. അണ്ണാ ഞാൻ പറയണ അതിർതി വേണ്ടാண்ணാ. സൂര്യ, என்னது? പിന്നെ അല്ലാതെ ഇത് നമ്മുടെ കുടുംബ പ്രശ്നം, അതിൽ ഇവർക്കെന്താ കാര്യം? നോക്കി നിൽക്കുന്നുണ്ടല്ലേ, ഇറങ്ങി പൊടി. யார போடுகின்ற? நம்ம குடும்பத்தை பொறுத்தவரைக்கும் இவங்க தான் எல்லாம் முடிவு எடுப்பாங்க. ஏன்னா அவங்க உங்க வேலைக்காரி இல்ல, என் மனைவி, நின்ற சேட்டத்தியம்மா. ஸ்ரீலக்ஷ்மி, நம்ம வீட்டு மகாலட்சுமி. தமிழ்நாட்டில் வைகுண்டம் எஸ்டேட்ல ஸ்ரீ அனந்த பத்மநாபன் ஸ்ரீமதி பார்வதி அம்மாவோட ஒரே பொண்ணு ஸ்ரீலக்ஷ்மி. PhD in philosophy, my business partner and my ideal partner. Hey, எல்லாரும் ஒன்னு சொல்றேன். You can fool anybody, but not everybody.
சூர்யா, என் உடம்புலையும் உன் உடம்புலையும் ஓடுறது ஒரே ரத்தம். நம்ம அப்பா வீரமணி நாயக்கர் உன் மேல எவ்வளவு பாசம் வச்சிருந்தாரோ அதை விட அதிகமாவே நான் உன் மேல வச்சிருக்கேன். உன்னை பல தடவை பார்க்க வந்தேன். உனக்கு தெரியாமலே நீ என்ன செய்யறன்னு கவனிச்சிட்டு இருந்த. உன் நீத்து அவ இல்ல இவதான தெரிஞ்சதுக்கு அப்புறம் உங்க 2 பேரையும் சேர்த்து வைக்கணும்னு ஆசைப்பட்டேன். ஆனா உன் போக்கு சரியில்லை, உன்னை திருத்தலாம்னு நான் நினைச்சேன். அதனாலதான் லட்சுமி தாமரைங்கிற வேலைக்காரி அந்த வீட்டுக்குள்ள வந்தா. அவளை வேலைக்காரி நினைச்சு எவ்வளவு திட்டிருப்பீங்க, எவ்வளவு இன்சல்ட் பண்ணிருப்பீங்க. அவ கொஞ்சமாவது கலங்கினாளா? ஆனா நீங்க பண்ற நாடகத்தை பார்த்து நாங்க ரொம்ப என்ஜாய் பண்ணோம் இல்ல? சூர்யா, உன்னை எனக்கு கொஞ்சம் கூட பிடிக்கல. உனக்கு ஒரு சட்டை கூட வாங்கி கொடுக்கல. உனக்கு சேர வேண்டிய சொத்தெல்லாம் நான் வந்து முழுகிட்டேன் நீ நினைச்சுப்பேன். அதை நினைக்கும் போது எனக்கு ரொம்ப കഷ്ടமா இருக்கு. സൂര്യ, ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. നിന്റെ സ്ഥാനത്ത് ആർക്കും തോന്നാവുന്നതേ നിനക്കും തോന്നിയിട്ടുള്ളൂ. നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ള തോന്നലാണ് നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത്. എങ്കിലും നിന്റെ ചേട്ടൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം നീ പറയരുത്. ആ മനസ്സെനിക്കറിയാം. നീ എന്റെ അനിയനല്ല, എന്റെ മോണം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മാഡം. വാങ്ങ ഉത്തമൻ. ഇങ്ങ് കേറി വാടേ. പാരിവളി മുങ്ങി എടുത്തണ്ട നാവണ പൊക്കി. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ആസ് ഇറ്റ് ഈസ് ഞാൻ നിരപരാധിയാണ്. നിങ്ങളുടെ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എന്നാലും കൊടും ചതിയായിപ്പോ മക്കളെ. ജീവിതത്തിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത എന്നെ ഏതോ ഒരു ജമീലയുടെ പേരും പറഞ്ഞ് ഒരുപാട് കൊതിപ്പിച്ചളഞ്ഞു കേട്ടോ. வீடின் பிரமாணம். என்ன பாக்குறீங்க? ஒரு சினிமா எடுக்கிறதுக்காக இந்த ஆளுகிட்ட 10 லட்சம் ரூபாய் பணம் வாங்கி இருக்கீங்க. அந்த கடனை வாங்குறதுக்காக உத்தமன் வீட்டுல இருந்த நம்ம வீட்டு டாக்குமெண்ட்ஸ் திருடி இந்த லூஸ் பாய் கிட்ட கொடுத்துருக்கீங்க. நீங்க வாங்கின பணத்தெல்லாம் நான் திரும்ப கொடுத்துட்டேன். அண்ணே, இது இருக்கட்ടെ அண்ணே. 22 carat gold with diamonds rupees 2 lakhs only. സാർ, ഇനി നിങ്ങളായി നിങ്ങളുടെ കുടുംബകാര്യമായി. ബാസേ, തങ്ക,